ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം 7 ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ബസ് യാത്രാ വീഡിയോ അല്ല കേട്ടോ, ഞാൻ റെയിൽവേ സ്റ്റേഷനോട് പൊക്കോണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഒരു ഇൻട്രോ എടുത്തു എന്ന് മാത്രം. ഇതാണ് ഫോക്സ് നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം. എവിടെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇതാണ് നമ്മളോട് കൊണ്ടുവന്ന് വിട്ട വണ്ടി. നമ്മളിവിടെ കൊണ്ടുവന്ന് വിട്ട ഫസ്റ്റ് പാസഞ്ചർ നേരെ പാർക്കിങ്ങിലോട് പോയി. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇത് ഏതാ സ്റ്റേഷൻ ആർക്കെങ്കിലും മനസ്സിലായോ? ടൈറ്റിൽ കാർഡ് കണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, എന്നാലും പറയുക എന്നുള്ളത് എൻ്റെ പണിയാണല്ലോ. ഇതാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ മൊത്തം പൊളിച്ചിട്ടിട്ട് വീണ്ടും പുതുക്കി പണിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫ്രണ്ട് എൻട്രൻസ് ഒന്നുമില്ല. നമ്മളിപ്പോൾ ജസ്റ്റ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറി. നമ്മളിപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 1-ലാണ്. അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് മറ്റേ കാച്ചിഗുഡ, മുരുടേശ്വർ കാച്ചിഗുഡ എക്സ്പ്രസ് ഇറങ്ങിപ്പോയി. പിന്നെ അവിടുന്ന് നമ്മുടെ കണ്ണൂർക്കുള്ള ജനശതാബ്ദി ഇറങ്ങിപ്പോകുന്ന കാണാം. അപ്പോൾ ഫോക്സ് നമസ്കാരം. നമ്മളൊരു 2 മണിക്കൂറോളം ബസ് യാത്ര കഴിഞ്ഞ് നമ്മളങ്ങനെ കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ച് നമ്മൾ നേരെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. സ്റ്റേഷൻ്റെ പുറത്തുള്ള ലൈറ്റാണ് നമുക്കിപ്പോൾ ഉപകാരമായിരിക്കുന്നത്. ഞാനിപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 4-ൻ്റെ സൈഡിലാണ്. കാര്യം പ്ലാറ്റ്ഫോം നമ്പർ 1-ൻ്റെ സൈഡ് ഫുള്ള് പൊളിച്ചിട്ടിരിക്കുക. അവിടെ നിന്നൊന്നും പിടിക്കാൻ പറ്റിയില്ല. ഞാൻ ആ സൈഡ് വഴിയാണ് എൻ്റർ ചെയ്ത്. ആ ക്ലിപ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. കോഴിക്കോട് നിന്ന് നമ്മളൊരു പുതുപുത്തൻ യാത്ര തുടങ്ങാൻ പോവാണ്. നിങ്ങൾ ഓഫ് കോഴ്സ് നമ്മുടെ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് 12224 എറണാകുളം ലോക്മാന്യ തിലക് ടെർമിനസ് ദുരന്തോ എക്സ്പ്രസ്സിനാണ്. എൻ്റെ ആദ്യത്തെ ദുരന്തോ എക്സ്പ്രസ് യാത്രയാണ്. ഞാൻ ഇതിനു മുമ്പ് ദുരന്തോ എക്സ്പ്രസ്സിൽ യാത്ര ചെയ്തിട്ടില്ല. ഈ ദുരന്തോ എക്സ്പ്രസ്സിനെ പറ്റി കൂടുതൽ വിശേഷങ്ങൾ ഞാൻ ഉള്ളിലോട്ട് കയറിയിട്ട് പറയാം. എന്നാൽ ഞങ്ങൾ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് പ്ലാറ്റ്ഫോം നമ്പർ 4 സൈഡിലുള്ള എൻട്രൻസ് ആണ്. തൊട്ടടുത്തായിട്ട് ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. ഇപ്പുറത്ത് ബാരിക്കേഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാര്യം ഇതിനപ്പുറത്തോട്ട് ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, പുതിയ ബിൽഡിങ്ങിൻ്റെ. എന്നാൽ നമുക്ക് അതൊക്കെ സ്റ്റേഷൻ ഉള്ളിലേക്ക് കയറാം. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് 12224 എറണാകുളം ലോക്മാന്യ തിലക് ടെർമിനസ് ദുരന്തോ എക്സ്പ്രസ്സാണ്. എനിക്ക് ശരിക്കും എറണാകുളം മുതൽ ലോക്മാന്യ തിലക് ടെർമിനസ് വരെ യാത്ര ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ ഇന്ന് വർക്കിംഗ് ഡേ ആയിരുന്നു. ഇപ്പോൾ ഓഫീസ് കഴിഞ്ഞിട്ട് രാത്രി ഇത് എടുക്കുമ്പോഴേക്കും 9:40 ആകുമ്പോഴേക്കും എറണാകുളം എത്തുക എന്ന് പറയുന്നൊരു ഇത്തിരി ടാസ്ക്കായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ പരിപാടി ഉപേക്ഷിച്ച് നമ്മൾ കോഴിക്കോട് ഒന്ന് കയറാൻ തീരുമാനിച്ചു. ട്രെയിൻ ഇവിടുന്ന് ഏകദേശം 12:45 ഇവിടുന്ന് പുറപ്പെടുക. ഓൺ ടൈമാണെന്ന് വിചാരിക്കുന്നത്. കാര്യം എറണാകുളത്ത് നിന്ന് കറക്റ്റ് ടൈമിന് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നമുക്ക് പതുക്കെ സ്റ്റേഷൻ ഉള്ളിലേക്ക് പോകാം. എൻ്റെ യാത്ര ഇന്ന് AC 3 ടയറിലാണ്. നമുക്കിനി അകത്ത് കയറിയിട്ട് ബാക്കി കുറച്ച് വിശേഷങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഇവിടുത്തെ ബോർഡിൽ നമ്മുടെ ട്രെയിനിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. 12224 ആണ് നമ്മുടെ വണ്ടി. പ്ലാറ്റ്ഫോം നമ്പർ 4 വരും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഞാനുള്ള B3-ലാണ്. B3 10ാമത്തെ കോച്ചാണ് ഇതിൽ കാണിച്ചിട്ടുണ്ട് അവർ. വണ്ടിയിൽ നിന്ന് ഓൺ ടൈമാണ് ഞാൻ നോക്കിയത് വെച്ച്. അതിന് മുമ്പായിട്ട് ഇപ്പോൾ 16307 വരും. അത് കഴിഞ്ഞിട്ട് 16338 വരാനുണ്ട്. ഇതൊക്കെയാണ് ഇനി വരാനുള്ള വണ്ടികൾ. നമുക്കെന്നാൽ പതുക്കെ സ്റ്റേഷൻ ഉള്ളിലേക്ക് കയറാം. ഇതാണ് കോഴിക്കോട് സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 4. 10ാമത്തെ കോച്ച് ഇവിടെ തന്നെ വരുന്നത്. അപ്പോൾ നമുക്കിനി ഒരുപാട് നടക്കൊന്നും വേണ്ട. ഇവിടെ ഒരു AC വെയിറ്റിംഗ് റൂമുണ്ട്. കുറച്ച് നേരം അതിനകത്ത് കയറി ഇരുന്നാലോ എന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. കാര്യം പ്ലാറ്റ്ഫോമിലെ ബെഞ്ചുകളൊക്കെ ഏറെക്കുറെ ഫുള്ളാണ്. ഇതാണ് ഇവിടുത്തെ പ്രീപെയ്ഡ് AC വെയിറ്റിംഗ് ഹാൾ. പ്ലാറ്റ്ഫോം നമ്പർ 4 തന്നെയാണ്. പക്ഷേ ഇതിനകത്തെ സീറ്റും ഒരു ഇതൊക്കെ ഫുള്ളാണ്. അപ്പോൾ നമുക്ക് പ്ലാറ്റ്ഫോമിൽ തന്നെ എവിടെയെങ്കിലും സ്ഥലം കണ്ടുപിടിച്ചത് അവിടെ ഒരു കാലി ബെഞ്ച് കാണുന്നുണ്ട്. നമുക്ക് അവിടെ പോയിരിക്കാം. വൈകി ഓടുന്ന എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു. വൈകി ഓടുന്നതിന് എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്സിന് പുതുമയുള്ളൊരു കാര്യമല്ല. എക്സിക്യൂട്ടീവ് ആണെന്ന് തോന്നുന്നു. അത് പ്ലാറ്റ്ഫോം 3-ലേക്ക് കയറി വരുന്നുണ്ട്. ലോക്കോ നമ്പർ ഇവിടുന്ന് കാണാൻ വയ്യ, കുറുകെ കുഴലുകളൊക്കെ ഉള്ളതുകൊണ്ട്. അത് എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് തന്നെയാണ്. ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 3-ലേക്ക് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ കോഴിക്കോട് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നമ്മളിരിക്കുന്ന പ്ലാറ്റ്ഫോം നമ്പർ 4-ലേക്ക് അടുത്ത ട്രെയിൻ കയറി വരുന്നുണ്ട്. ഈ റോഡിൻ്റെ 39123 ആണല്ലോ. ഇത് ഇവിടെ എറണാകുളം ഓഖ എക്സ്പ്രസ് ആണ്. കറക്റ്റ് അതിന് മുന്നോട്ട് കയറി ആൾക്കാർക്ക് നടന്നില്ലെങ്കിൽ സമാധാനമില്ല. എറണാകുളം ഓഖ എക്സ്പ്രസ് ആണ് ഈ വരുന്നത്. ഞാൻ ശരിക്കും ഈ വണ്ടിക്ക് കയറി ഷൊർണൂരിൽ നിന്ന് വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ്.
ഷൊർണൂർ മുതൽ ഇവിടം വരെ എറണാകുളമൊക്കെ വരാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കുറച്ച് ദിവസം സ്റ്റാറ്റസ് നോക്കിയപ്പോൾ ഈ ഷെഡ്യൂളിലോടുന്ന പല വണ്ടികളും കോഴിക്കോട് എത്തുന്ന വൈകിയാണ് എത്തുന്നത്. അതായത് 12:45 എത്തുന്നത്. അപ്പോൾ എനിക്കൊരു പേടി ദുരന്തോനെ വഴിയിലെങ്ങനെ വെച്ച് ഓവർടേക്ക് ചെയ്താലോ എന്ന്. കാരണം ദുരന്തോനെ ഓവർടേക്ക് ചെയ്യും, ഇതിനെ കാസർഗോഡിന് മുമ്പ് ദുരന്തം ഓവർടേക്കും, അല്ല കാസർഗോഡ് വെച്ച് ഓവർടേക്കും. അപ്പോൾ എനിക്ക് സഡനായിട്ടൊരു പേടി എങ്ങനെ ഓവർടേക്ക് ചെയ്ത് പോയാലോ. ഓഖ എക്സ്പ്രസ് വൈകാറുണ്ടെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുള്ളൂ. ഇപ്പോൾ തന്നെ അത് വന്നിരിക്കുന്നത് 12:41. എന്താ പറയുക, നമ്മുടെ വണ്ടി നമുക്ക് പോകുന്ന ദുരന്തോ എക്സ്പ്രസ് ഇപ്പോൾ ഏകദേശം ഫറൂഖ് ആവുന്നതേ ഉള്ളൂ. ഫറൂഖ് അല്ല, കടലുണ്ടി ആവുന്നതേ ഉള്ളത്. കടലുണ്ടി എത്തിയിട്ടേ ഉള്ളത്. ഇനിയും കുറച്ച് ദൂരമുണ്ട്. അത് 1 മണിയാവും എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ യാത്ര ഇന്ന് ദുരന്തോ എക്സ്പ്രസ്സിനാണെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ദുരന്തോ എക്സ്പ്രസ് എന്ന് പറയുന്നത് ബേസിക്കലി 2009 നമ്മുടെ ഇന്നത്തെ വെസ്റ്റ് ബംഗാൾ മുഖ്യമന്ത്രിയായ ശ്രീ മമതാ ബാനർജി റെയിൽവേ മന്ത്രിയായിരുന്ന സമയത്ത്, കേന്ദ്ര റെയിൽവേ മന്ത്രിയായിരുന്ന സമയത്ത് 2009 ദുരന്തോ എന്ന് പറയുന്ന സീരീസ് ഓഫ് ട്രെയിനുകൾ തുടങ്ങിയത്. ദുരന്തോ എന്ന് പറയുന്നത് ബംഗാളി ഭാഷയിൽ റെസ്റ്റ്ലെസ് എന്നോ മറ്റുമാണ് അതിൻ്റെ അർത്ഥം എന്നാണ് വിക്കിപീഡിയ പറയുന്നത്. അതായത് വളരെ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരുന്ന ട്രെയിൻ ഒരു ഗ്രൂപ്പാണ് ദുരന്തോ എക്സ്പ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ദുരന്തോ എക്സ്പ്രസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അന്ന് തുടങ്ങിയ കാലത്ത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഡെസ്റ്റിനേഷനിൽ മാത്രമേ സ്റ്റോപ്പ് ഉണ്ടായിരുന്നുള്ളൂ. ഇടയ്ക്ക് ഉണ്ടായിരുന്ന എല്ലാം ടെക്നിക്കൽ സ്റ്റോപ്പുകളായിരുന്നു. അതായത് ഡ്രൈവർമാരൻ ലോക്കോ പൈലറ്റ് ചേഞ്ച് ചെയ്യാനും വാട്ടറിങ് ചെയ്യാനും ഫ്യൂവൽ നിറയ്ക്കാനും ഒക്കെ ഉണ്ടായിരുന്ന ഹോൾട്ടുകൾ മാത്രമായിരുന്നു. പിന്നീട് 2016 ഈ ടെക്നിക്കൽ ഹോൾട്ടുകൾ ഉണ്ടായിരുന്ന എല്ലാത്തിനെയും അവർ കൺവേർട്ട് ചെയ്തിട്ട് അവർ കമേഴ്ഷ്യൽ ഹോൾട്ടുകളാക്കി മാറ്റിയത്. അതിനൊരു ബേസിക് ഒരു കാരണം വെച്ചാൽ പല ദുരന്തങ്ങളും തിരക്ക് വളരെ കുറവായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന ദുരന്തം തന്നെ ഇന്ന് ചാർട്ട് പ്രിപ്പയർ ആയി കഴിഞ്ഞപ്പോൾ ഏകദേശം 270 മേലെ കാലി ബർത്ത് എ സിയിൽ മാത്രമുണ്ട്. സ്ലീപ്പറിലും അത്രയും തന്നെ ബർത്തുകൾ കാലിയുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ദുരന്തോ ട്രെയിനുകൾക്ക് സ്റ്റോപ്പുകളില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിന്ന് യാത്ര ചെയ്യുന്ന 1224 ലോക്മാന്യ തിലക് ടെർമിനസ് ദുരന്തോ എക്സ്പ്രസ്സിനും എറണാകുളം വിട്ടാൽ പിന്നെ കോഴിക്കോടാണ് സ്റ്റോപ്പുള്ളത്. കോഴിക്കോട് വിട്ടാൽ പിന്നെ നേരെ മാംഗ്ലൂർ ജംഗ്ഷൻ, അത് കഴിഞ്ഞാൽ മഡ്ഗാവ്, രത്നഗിരി, പൻവേൽ, അത്ര സ്റ്റോപ്പുകളുള്ളൂ. മൊത്തം ഏകദേശം 1211 കിലോമീറ്ററിനടുത്താണ് നമ്മുടെ ഇന്നത്തെ യാത്ര കോഴിക്കോട് നിന്ന് ലോക്മാന്യ തിലക് ടെർമിനസിലേക്ക്. ഈ 1211 കിലോമീറ്ററിൽ ഈ വണ്ടിക്ക് ആകെ ഉള്ളത് 4 സ്റ്റോപ്പ് മറ്റുമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം സ്റ്റോപ്പുകൾ തീരെ കുറവുള്ളത് ഒരു പ്രശ്നമാണ്. കാര്യം നമ്മുടെ നാട്ടിൽ ഇപ്പം ബോംബെ ഡൽഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോംബെയിൽ നിന്ന് ഡൽഹിയിലേക്ക് ഒരുപാട് യാത്രക്കാരുണ്ട്. പക്ഷേ അതേസമയം എറണാകുളത്തു നിന്ന് മുംബൈയിലേക്ക് അത്രയും യാത്രക്കാരെ കിട്ടില്ല, ഒരു ട്രെയിൻ ഇറക്കാനുള്ള യാത്രക്കാരെ കിട്ടില്ല. പിന്നെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദുരന്തോ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് ഡൈനാമിക് ഫെയർ ഉണ്ട്. അപ്പോൾ ഈ ഡൈനാമിക് ഫെയർ ഉണ്ടെന്ന് പറയുമ്പോൾ ഈ ട്രെയിനുകളിലെ സീറ്റുകളുടെ എണ്ണം കുറയുന്നതിനനുസരിച്ച് ചാർജ് കൂടുന്ന ഇടപാടുണ്ട്. അതും ഒരു വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടും ഒരുപാട് ആൾക്കാർ ദുരന്തോ എക്സ്പ്രസ് പ്രിഫർ ചെയ്യാണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മുടെ ആദ്യത്തെ ദുരന്തോ എക്സ്പ്രസ് റൈഡാണ്. ഈ എറണാകുളം ലോക്മാന്യ തിലക് ടെർമിനസ് ദുരന്തോ എക്സ്പ്രസ് സെൻട്രൽ റെയിൽവേയുടെ ട്രെയിനാണ്. ആഴ്ച 2 ദിവസമാണ് ഓടുന്നത്. ഇത് 2011 സെപ്റ്റംബറിലായിരുന്നു ഈ വണ്ടി ആരംഭിച്ചത്. പിന്നേക്ക് ഏകദേശം 14 വർഷത്തോളം പ്രായമുണ്ട് ഈ വണ്ടിക്ക്. അപ്പോൾ നമ്മുടെ ട്രെയിൻ വരാൻ കുറച്ച് സമയം കൊണ്ടുണ്ട്. ഈ ഓഖ എക്സ്പ്രസ് പോയി കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ട്രെയിൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിന്ന് AC 3 ടയറിലാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് ട്രെയിനിൽ കയറിയിട്ട് പറയാം. For the kind attention of passengers, train number 12224 Ernakulam Mumbai Lokmanya Tilak Terminus Duronto Express will arrive shortly on platform number 4. ഏതോ ഒരു non-HOG ലോക്കോമായിട്ട് നമ്മൾ ട്രെയിൻ കടന്നു വരുന്നുണ്ട്. non-HOG എന്ന് പറയാനുള്ള കാരണം എനിക്കിവിടെ ജനറേറ്ററിൻ്റെ സൗണ്ട് കേൾക്കാം. എന്തായാലും വാപ്പ് 7 അല്ല, കാര്യം മുകളിലെ ഹെഡ്ലൈറ്റ്. ഇത് എന്ത് ലോക്കമാണ്? വാപ്പ് 4 അല്ലായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് 130 പോകാനില്ല, കാര്യം കൊങ്കൺ റെയിൽവേയിലെ മൺസൂൺ ഷെഡ്യൂളാണ്. അപ്പോൾ പരമാവധി 110 പിടിക്കാൻ പറ്റുള്ളൂ. പിന്നെ വാപ്പ് 4 എൻ്റെ സഫീഷ്യൻ്റ് ആണ്. വാപ്പ് 4 ആണ്. അരക്കോണത്തിന് 2273 ആണ് നമ്മുടെ ലോക്കോ. ഇതാണ് നമ്മുടെ വണ്ടി. നാളെ പകൽ ഏതെങ്കിലും സ്റ്റേഷനിൽ ബിഫോർ ടൈം ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് ഇതിനെ പകൽ വെളിച്ചത്തിലൊന്ന് കാണാം. For the kind attention of passengers, train number 12224 Ernakulam Mumbai Lokmanya Tilak Terminus Duronto Express has arrived on platform number 4. B4 ഒരു പുത്തൻ കോച്ചായിരുന്നു. നമ്മുടെ കോച്ച് അത്ര പുതിയതല്ലെന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്തായാലും സെൻട്രൽ റെയിൽവേ ഓൺഡ് കോച്ച് തന്നെയാണ്. 22199 ആണ് നമ്മുടെ കോച്ച്. ഇപ്പോൾ 2022 ബിൽഡ് കോച്ചാണ്. B3 സീറ്റ് നമ്പർ 1 ആണ് എൻ്റെ. അപ്പുറത്തെ ഡോർ വഴി നമുക്ക് കയറാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി.
എറണാകുളം ദുരന്തോ എക്സ്പ്രസ് B3 ആണ് നമ്മുടെ കോച്ച്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ പകൽ കാണാം. നമുക്ക് ഉള്ളിലോട്ട് കയറിയേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ചിൻ്റെ ഇൻറ്റീരിയേഴ്സ്. ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. നമ്മുടെ ബാഗ് വെച്ചിട്ടുണ്ട്. ഈ ലോവർ ബർത്താണ് എൻ്റെ ബർത്ത്. ഇവിടെ ബെഡ്റൂമൊന്നും കാണാനില്ല. അപ്പോൾ അതുപോലെ അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. ബാക്കിയൊക്കെ നമുക്ക് നാളെ പകൽ കാണാം. അപ്പോൾ നമ്മുടെ ഈ കോച്ചും ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി നിർമ്മിതമാണ് ഒക്ടോബർ 2020 22199. അപ്പോൾ നമ്മുടെ കോച്ച് ഏറെക്കുറെ കാലം എണിയാൻ പറ്റില്ല. എൻ്റെ ഇതിനകത്ത് 6 ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ഫുഡിന് ട്രേ കിടപ്പുണ്ട്. കാര്യം ഇതിനകത്ത് ഫുഡ് ഇൻക്ലൂസീവ് ആണല്ലോ നമ്മുടെ ചാർജിൽ. ടോയ്ലറ്റൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ട്. ഭയങ്കര സൂപ്പറൊന്നുമല്ല, എന്നാലും അത്യാവശ്യം വൃത്തിയുണ്ട്. സ്മെല്ലുണ്ട്. അത് പിന്നെ നമ്മുടെ സെൻട്രൽ റെയിൽവേ വണ്ടികളുടെ സ്ഥിരമുള്ളൊരു പ്രശ്നമാണ്. അത്യാവശ്യം വൃത്തിയുള്ള ടോയ്ലറ്റാണ്. വെസ്റ്റേൺ ആയാലും ഇന്ത്യൻ ടോയ്ലറ്റ് ആയാലും അത്യാവശ്യം വൃത്തിയുണ്ട്. അപ്പോൾ 1/6 കോഴിക്കോട് നിന്ന് നമ്മൾ പുറപ്പെടുകയായി. വാപ്പ് 4 ലോക്കമാണ്. ഒരു കുലുക്കമൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് വണ്ടി എടുത്തു. അപ്പോൾ അങ്ങനെ നമ്മൾ കോഴിക്കോട് നിന്ന് പതുക്കെ പുറത്തോട്ട് ഇറങ്ങുകയാണ്. രാത്രിയാണ്, പ്രത്യേകിച്ച് എനിക്കൊന്നും കാണിക്കാനില്ല. ഞാനിനി പതുക്കെ ഇത് വിട്ടുടനെ ഞാൻ പോയി കിടന്ന് ഉറങ്ങും. നമുക്കിനി നാളെ രാവിലെ നേരം വെളുത്ത് ഞാൻ എണീക്കുന്നിടം മൂലം നമുക്ക് കവർ ചെയ്യാം. കാര്യം നമ്മൾ ഏകദേശം 4 മണിക്ക് മംഗലാപുരം പാസ് ചെയ്യും, മംഗളൂരു ജംഗ്ഷൻ പാസ് ചെയ്യും. അത് കഴിഞ്ഞ് ഏകദേശം 9 മണിയോടുകൂടിയാണ് ഇത് മടുകാവ് എത്തുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു 6 മണിയൊക്കെ കഴിയുമ്പോൾ ഉണരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉണരുന്നതനുസരിച്ച് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാം. അതായിരിക്കും നല്ലത്. നമ്മൾ വെറുതെ ഉറക്കം കളയുന്നില്ല. കാര്യം ഉറങ്ങാണ്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് കോഴിക്കോട് സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നു. അപ്പോൾ വണ്ടി പുറപ്പെട്ട് കഴിഞ്ഞിട്ടാണ് ബെഡ്റൂം കൊണ്ടു തന്നത്. പില്ലോ കൊണ്ടു തന്നു. പാക്ഡ് ആയിട്ടുള്ള ബെഡ്ഷീറ്റും കൊണ്ടു തന്നു. ഇതിനകത്ത് പതിവില്ലാണ്ട് ടവലുണ്ട്. ടവലുണ്ട്. സാധാരണ ഇതിനകത്ത് ടവലൊന്നും മുമ്പ് തരാറില്ല. ടവലുണ്ട്. 2 ബെഡ്ഷീറ്റും ഉണ്ട്. ബെഡ്ഷീറ്റ് പക്ഷേ കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. അത്ര ഫ്രഷൊന്നുമല്ല. അത് സോയിൽഡാണ്. ഇത് മാറ്റി തരാൻ പറയണം. അപ്പോൾ നമ്മൾ അറ്റൻഡൻറ്റിനോട് പറഞ്ഞപ്പോൾ അറ്റൻഡൻറ്റ് വേറൊരു കവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട് നോക്കാം. മറ്റേനെക്കാട്ടും ഭേദമാണ്. അത്രേ ഉള്ളൂ. വലിയ വൃത്തിയൊന്നുമില്ല. മറ്റേനെക്കാട്ടും ഭേദം അത്രേ ഉള്ളൂ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ റെയിലും മാസം ഇതിനകത്ത് സോപ്പ് പൊടിയൊക്കെ അങ്ങനെ ഇരിക്കുന്നു. ഇത് വിരിച്ചേക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ബർത്തൊക്കെ സെറ്റ് ചെയ്തു. നമ്മുടെ ചാർട്ട് പ്രകാരം മിഡിൽ ബർത്ത് കാലിയാണ്. ഇതിൽ മൊത്തത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എന്നാലും ഞാൻ റിസ്ക് എടുക്കുന്നില്ല. രാവിലെ 4 മണിക്ക് ആരെങ്കിലും വന്ന് തട്ടി ഉണർത്തി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബർത്ത് ഓപ്പൺ ചെയ്തിട്ടു. നമുക്ക് നമ്മുടെ ലോവർ ബർത്തിലോട്ട് സുഖമായിട്ട് കിടന്നങ്ങ് ഉറങ്ങിയേക്കാം. അപ്പോൾ ഗുഡ് നൈറ്റ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് നാളെ രാവിലെ കൊങ്കൺ റെയിലിൽ കയറി കഴിഞ്ഞിട്ട് റീമിക്കോർ ഞാൻ ഉണരുന്നത്. അപ്പോൾ അവിടെ മൂലമുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. ഗുഡ് നൈറ്റ്. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്കങ്ങോട്ട് ശരിക്കും ഉറക്കം കിട്ടിയില്ല. നമ്മൾ കണ്ണൂരെത്തുന്നു. കണ്ണൂർ നമുക്ക് സ്റ്റോപ്പില്ല. ഓഫ്കോഴ്സ് നമ്മൾ റൺ ത്രൂ ആണ്. അപ്പോൾ ഇവിടെ വെച്ച് ഓഖ എക്സ്പ്രസ്സിന് ഓവർടേക്ക് ചെയ്യുമോ എന്ന് എനിക്കൊരു സംശയം തോന്നിയുകൊണ്ട് ഞാൻ ഡോറിലേക്ക് വന്നതാണ്. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1 കൂടെ തന്നെയാണ് പോകുന്നത്. ഇവിടെ ഒരു ബേ ലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരു വാപ്പോൺ കിടക്കുന്നു. 22058 ആണ് ലോക്കോ. ഇത് മറ്റേ കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ്സിൻ്റെ റേക്കാണ്. ഇപ്പോൾ കോയമ്പത്തൂർ കണ്ണൂർ വന്നിട്ട് കണ്ണൂർ മാംഗ്ലൂർ പോയി തിരിച്ച് വന്നിട്ട് ഇപ്പോൾ നാളെ രാവിലെ കോയമ്പത്തൂർക്ക് പോകണതാണ് 16607 ആയിട്ട്. ജസ്റ്റ് കണ്ണൂർ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 1 കയറിയിരിക്കണം. മഴ പെയ്യുന്നുണ്ട്. സമയം ഇപ്പോൾ 2:23. എനിക്കെന്തോ ഉറക്കം വന്നില്ല. സാധാരണ അതിൽ ഞാൻ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതല്ല പാതിരാത്രി ഒന്നും. തൊട്ടിപ്പുറത്തായിട്ട് ജനശതാബ്ദിയുടെ റേക്ക് കിടക്കുന്നുണ്ട്. നേരത്തെ തിരുവനന്തപുരത്ത് നിന്ന് റേക്ക്. നാളെ വെളുപ്പിന് 4:45 മറ്റോ ഇവിടുന്ന് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകും. ജനശതാബ്ദിയുടെ ലോക്ക് ഓൾറെഡി ഷണ്ട് ചെയ്ത് അപ്പുറത്തുകൊണ്ട് കപ്പിൾ ചെയ്ത് കഴിഞ്ഞവർ. അപ്പോൾ നമ്മൾ കണ്ണൂർ വെച്ച് എന്തായാലും ഓവർടേക്ക് ചെയ്തില്ല.
ഉണർന്നിരുന്നിട്ട് പിന്നെ കാസർഗോഡ് കാണിച്ചില്ലെങ്കിൽ എനിക്ക് ശരിയാവുമെന്ന് തോന്നില്ല. കാസർഗോഡ് പാസ് ചെയ്യുന്ന വരെ കിടന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് പതുക്കെ പോയി കിടന്നുറങ്ങാം. മണി 3:30 ആവാറായി. ഇതുവരെ ഉറങ്ങിയിട്ടില്ല. രാവിലെ മോർണിംഗ് ടീക്ക് അറ്റൻഡൻ്റ് ഒന്ന് നമ്മളെ വിളിച്ചുണർത്തും. അപ്പോൾ ഗുഡ് മോർണിംഗ് ഫോക്സ്. നമ്മളിപ്പോൾ രാവിലെ തന്നെ ബിജൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ക്രോസിങ്ങിന് വേണ്ടി പിടിച്ചിരിക്കുകയാണ്. നമ്മൾ ഇവിടെ ഓപ്പോസിറ്റ് ലൈനിൽ പച്ചയായിട്ടുണ്ട്. ക്രോസ് ചെയ്യാനുള്ള വണ്ടി ഇത് കയറി വരുന്നുണ്ട്. കിട്ടുന്നു കൊടി കാണിക്കാനുള്ള ആളിവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്രോസിങ്. ഈ റോഡിന് 3760 ശ്രീ ഗംഗാനഗർ തിരുവനന്തപുരം എക്സ്പ്രസ് ആണ്. നമ്മുടെ വിൻഡോ ഒരു ഡിസപ്പോയിൻമെൻ്റ് ആണ്. കണ്ടില്ലേ, ഒന്നും കാണാനില്ല. അപ്പോൾ നമുക്ക് രാവിലത്തേക്കുള്ള ചായയും വെള്ളവും വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ടീ കെറ്റിലുള്ളത് ബിസ്ക്കറ്റും പിന്നെ ടീ കിറ്റും പിന്നെ ചൂടുവെള്ളവും. നമ്മുടെ വന്ദേ ഭാരതിൽ വരുന്ന പോലെ തന്നെ. പക്ഷേ ഇതിനകത്ത് പ്രീമിക്സ് ചായക്ക് വരുന്ന ടീ കിറ്റാണ്. ഞാനത് വേഗം തുറന്ന് വെച്ച് തരാം. അപ്പോൾ ഇതിനകത്തുള്ളത് പാൽപ്പൊടി, ചായയുടെ ടീ ബാഗ്, പിന്നെ പഞ്ചസാര. ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഞാൻ ഓർക്കാണ്ട് ചായ വന്നു. എനിക്ക് കാപ്പി ചെയ്തതിലാണ് ഇഷ്ടം. കുഴപ്പമില്ല. മിന്മേൽ വീണ്ടും എവിടെയോ ക്രോസിങ്ങിന് പിടിക്കുകയാണോ എന്നൊരു സംശയം. നമ്മൾ സ്പീഡ് കുറഞ്ഞിട്ടുണ്ട്. ലൂപ്പിലോട്ടും കയറി. വീണ്ടും ക്രോസിങ്. ഇതാണ് ഷിരൂർ സ്റ്റേഷൻ. സമയം 7:30 ആയതേ ഉള്ളൂ കേട്ടോ. ഇത് മത്സ്യഗന്ധ എക്സ്പ്രസ് ആണ്. മത്സ്യഗന്ധ എക്സ്പ്രസ് ഒരു 8 മിനിറ്റ് ട്രിപ്പ്. ഞാൻ സത്യം പറഞ്ഞാൽ ഓഗസ്റ്റിലെ ഫസ്റ്റ് വീക്ക് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ ചില ഹെൽത്ത് റീസൺസ് കാരണം പിന്നെ മാറ്റിയൊക്കെ ഉണ്ട്. പക്ഷെ എന്തായാലും ഞാൻ ഈ വർഷം അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മത്സ്യഗന്ധ എക്സ്പ്രസ് പോയി. അപ്പോൾ ക്രോസിങ് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഷിരൂരിൽ നിന്ന് പുറപ്പെട്ടു. ഞാൻ ഡോറിൽ നിന്ന് വരുമ്പോഴത്തേന് ഒന്നിന് സ്റ്റാർട്ടറായിരുന്നു. പിന്നെ നമ്മൾ നിന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ദുരന്തോ എക്സ്പ്രസ്സിൽ നമ്മുടെ ടിക്കറ്റിൻ്റെ പ്രൈസിൽ ഫുഡ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ടിക്കറ്റിൻ്റെ പ്രൈസിൽ ഫുഡ് ഇൻക്ലൂഡഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബോംബെയിലോട്ട് പോകുമ്പോൾ ഏകദേശം 600 രൂപ എടുത്ത് പറ്റുന്ന കാറ്ററിംഗ് ആണ്. എക്സാക്റ്റ് എമൗണ്ട് ഞാൻ നോക്കി ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ നമുക്ക് ഫുഡ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ വന്ദേ ഭാരതിലുള്ള പോലെ. ഫുഡ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഓപ്റ്റ് ഔട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും നമുക്ക് വെള്ളം നമുക്ക് കിട്ടും. അപ്പോൾ എൻ്റെ ബോട്ടിൽ വെള്ളം ഇന്നലെ രാത്രി തന്നെ കൊണ്ടുവന്ന് തന്നായിരുന്നു. വണ്ടി കോഴിക്കോട് നിന്ന് വിട്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ വാട്ടർ ബോട്ടിൽ എനിക്ക് കൊണ്ടുവന്ന് തന്നായിരുന്നു. ഞാൻ ഇന്നലെ അത് കാണിച്ചില്ലെന്നുള്ളൂ. ഫുഡ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത് വന്നത്. ടീ കിറ്റും ഇതൊക്കെ വന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് കാശ് കൊടുത്ത് മേടിക്കാം. അപ്പോൾ ഈ ട്രെയിനിൻ്റെ ഫെയർ എന്ന് പറയുന്നത് 2485 രൂപയാണ് വരുന്നത്. ഇത് ഡൈനാമിക് ഫെയർ ഇല്ലാത്ത ഫെയറാണ്. ഞാൻ ബുക്ക് ചെയ്തപ്പോൾ എനിക്ക് ഡൈനാമിക് ഫെയർ വന്നില്ലായിരുന്നു. അപ്പോൾ ഡൈനാമിക് ഇല്ലാത്ത ഫെയറാണിത്. ഇതിനകത്ത് കാറ്ററിംഗ് ചാർജ് 585 രൂപയാണ് വരുന്നത്. 1721 രൂപയാണ് ബേസ് ഫെയർ. ഇത് കൂടാതെ ഈ ട്രെയിനിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡൈനാമിക് ചാർജസ് ഉണ്ട്. അപ്പോൾ ടിക്കറ്റ് കുറയുന്നതനുസരിച്ച് ഇതിന് ഡൈനാമിക്കലി ഫെയർ കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഈ ട്രെയിനിന് ഇന്നത്തെ നമ്മുടെ ഈ യാത്രയ്ക്ക് തന്നെ ചാർട്ടായി കഴിഞ്ഞ സമയത്ത് ഡൈനാമിക് ഫെയർ ഏകദേശം 383 രൂപ മറ്റോ ഉണ്ടായിരുന്നു. എന്നിട്ട് 200-ന് മേലെ ബർത്ത് കാലി ഉണ്ടായിരുന്നു. അത് വേറെ കാര്യം. അപ്പോൾ നമ്മൾ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത് 13 ഒക്ടോബറിനുള്ള പ്രൈസാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റേറ്റ് കുറഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഡൈനാമിക് ഫെയർ കൊടുക്കേണ്ടി വരും. ഞാനൊന്ന്
ടോയ്ലറ്റ് വരെ പോയി വന്നപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്ന് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇത്രയും നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്ന വിചാരിച്ചില്ല. മണി 8 പോലും ആയിട്ടില്ല. മണി ഇപ്പോൾ 7:53, 8 ഉള്ളൂ. നമ്മൾ വീണ്ടും എവിടെ ക്രോസ് ചെയ്ത് നിർത്തുന്നു. നല്ല ഭംഗിയുള്ള പ്രദേശമാണ്. എവിടെയാണെങ്കിൽ നമുക്കൊന്ന് ഡോറിലോട്ട് പോയി നോക്കാം. മുരുടേശ്വറായും തോന്നുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മുരുടേശ്വറിലാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ ദൂരെ മുരുടേശ്വർ അമ്പലം കാണാം. നല്ല ക്ലൗഡിയാണ്, പക്ഷെ മഴ ചെറുതായിട്ടൊന്ന് മാറി നിൽക്കുന്നുണ്ട്. ദൈവം സഹായിച്ച്. പിന്നെ നമുക്ക് ആംബർ സിഗ്നലാണ്. അപ്പോൾ നമുക്ക് ക്രോസ് ചെയ്യാനുള്ള വണ്ടി ഓപ്പോസിറ്റ് ലൈനിൽ കയറി കിടക്കുന്നുണ്ടാവും ഓൾറെഡി. പെട്ടെന്ന് അപ്പുറത്തെ സൈഡിൽ നിന്നുള്ള കാഴ്ചകൾ കണ്ടിട്ട് വരാം. ഇപ്പുറത്തെ സൈഡിലെ കാഴ്ചകൾ വളരെ മനോഹരമാണ്. ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ഇതാണ്, കണ്ടോ? മലകളും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്. അവിടെ സ്റ്റേഷനിലൊന്നും കാണാനില്ല. മേ ബി ഓപ്പോസിറ്റ് ലൈനിൽ വരുന്ന വണ്ടി ചിലപ്പോൾ സ്റ്റോപ്പുള്ള വണ്ടിയായിരിക്കും. അപ്പോൾ ഇതാണ് മുരുടേശ്വർ സ്റ്റേഷൻ. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ നിന്നൊരു ട്രിപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുരുടേശ്വർ ബാംഗ്ലൂർ SMBT എക്സ്പ്രസ്സിന് ഒരു end to end ട്രിപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കുറച്ചു കാലം മുമ്പാണ്. ഈ കിടക്കുന്ന മഡ്ഗാവ് മാംഗ്ലൂർ എക്സ്പ്രസ് മെമ്മോ ആണ്. വലുതായിട്ട് ആളില്ല കേട്ടോ. 8 കാറിൻ്റെ RCA ബിൽറ്റ് മെമ്മോ ആണ്. അപ്പോൾ അങ്ങനെ മുരുടേശ്വർ പാസേ. എന്നാൽ നമുക്ക് പോയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണഗതിയിൽ ഈ വെസ്റ്റേൺ പാർട്ട് ഓഫ് ദ കൺട്രി, വെസ്റ്റ് ഇന്ത്യൻ ട്രെയിനുകളിലെ ബ്രേക്ക്ഫാസ്റ്റ് ഏറെക്കുറെ ശോകമാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ട്രെയിനുകളിലുള്ള പോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഭക്ഷണമൊന്നും ഉണ്ടാവില്ല. സാധാരണ ബ്രെഡും കട്ട്ലറ്റൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇത് മാംഗ്ലൂരിൽ നിന്ന് ലോഡ് ചെയ്താണ്. അതിന് തെളിവാണ് ഈ കാണുന്നത്. സദേൺ റെയിൽവേ വന്ദേ ഭാരത് എക്സ്പ്രസ് YSA മാർക്കിംഗ് ഉണ്ട്. ഇത് മോസ്റ്റ്ലി മാംഗ്ലൂരിൽ നിന്ന് ലോഡ് ചെയ്തിരിക്കും. ഞാനത് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരണം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ഫുഡിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ചൂടുവെള്ളം കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചായ ഉണ്ടാക്കണം. ചായ ഉണ്ടാക്കിയില്ലെങ്കിൽ ചൂടുവെള്ളം തണുത്തു. അപ്പോൾ നമ്മുടെ ഇതിനകത്തുള്ള എന്താ വെച്ചാൽ 2 സ്ലൈസ് ബ്രെഡ് ഉണ്ടായിരുന്നു ഈ പാക്കറ്റിനകത്ത്. ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 കട്ട്ലറ്റും ഫ്രഞ്ച് ഫ്രൈ എന്ന് വിളിക്കാൻ പറ്റുന്ന കുറച്ച് വേവിച്ച പൊട്ടാറ്റോവും പിന്നെ അടിയിൽ കുറച്ച് വേവിച്ച വെജിറ്റബിൾസും ക്യാരറ്റും ബീൻസും. പിന്നെ അതിൻ്റെ കൂട്ടത്തിലുള്ളത് ഒരു മാംഗോ ജ്യൂസ് ഉണ്ട്. പിന്നെ ടീ കിറ്റ് വന്നിട്ടുണ്ട്, കെച്ചപ്പുണ്ട്, ബട്ടറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നത്. രാവിലെ ഒന്ന് ടേബിൾ ഇതുവരെ ഈ ടീ കിറ്റ് ഇതുവരെ തിരിച്ചു പോയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്. ഞാൻ പെട്ടെന്ന് ചായ ഉണ്ടാക്കട്ടെ. ചായ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കട്ട്ലറ്റ് കഴിച്ചതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട്. അപ്പോൾ ഈ വണ്ടികളൊക്കെ സാധനം വന്നു കഴിഞ്ഞാൽ ചായ ഉണ്ടാക്കണം, ഒക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കണം. അല്ലാണ്ട് റെഡിമെയ്ഡ് ചായ ഒന്നും വരില്ല. നമ്മൾ ടീ കിറ്റിൽ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ടീ കിറ്റ് ഇതാണ്. ടീ കിറ്റിനകത്തുള്ളത് നേരത്തെ വന്ന പോലെ തന്നെ അതേ കളർ പാക്കറ്റാണ്. അപ്പോൾ അതിൽ നിന്നായിരിക്കും സാധനങ്ങൾ. അതിനകത്ത് ബേസിക്കലി ഇതുണ്ട്, നമ്മുടെ ടീ ബാഗുണ്ട്, പിന്നെ ഒരു ഡയറി വൈറ്റ്നർ ഉണ്ട്, നോവ, പിന്നെ പഞ്ചസാരയുണ്ട്. പിന്നെ അവർ സെപ്പറേറ്റ് ടീ ഇളക്കാനുള്ളത് തന്നിട്ടില്ല. ഒരു സ്പൂൺ തന്നിട്ടുണ്ട്. നമുക്കത് ഉപയോഗിച്ച് നമുക്ക് കാര്യങ്ങൾ നമുക്ക് ശരിയാക്കാം. തീരെ കടുപ്പം വരുന്നില്ല. ഇതിന് രാവിലെ കുടിച്ചതിന് തീരെ കടുപ്പം ഉണ്ടാകുന്നില്ല. ഇതിനും തീരെ കടുപ്പം വരുന്നില്ല. ടീ ബാഗിൻ്റെ കുഴപ്പം തോന്നുന്നു. സാറിന് മിന്നിൽ പുറത്തെ കാഴ്ച കണ്ടോ? അതുപോലെ അടിപൊളി മഴയായി വീണ്ടും. നമ്മുടെ ബർത്തിനടുത്ത് ചാർജർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കുറച്ച് നേരത്തെ മുമ്പ്. ഇപ്പോൾ നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നാന്ന് തോന്നുന്നു. എനിക്ക് നമ്മൾ പാലം എത്താറായെന്ന് തോന്നുന്നു. നല്ല അടിപൊളി മഴയാണ്. ഒന്ന് എൻജോയ് ചെയ്തോ. ശരാവതി നദിക്ക് കുറുകെയുള്ള ആദ്യത്തെ പാലത്തിലൂടെ കയറിയിരിക്കുകയാണ്. പാലങ്ങളാണ്. ഈ 2 പാലം കഴിഞ്ഞുകൊണ്ട് അതൊരു എന്താ പറയുക, നമ്മുടെ ടണലിലേക്കാണ് പോയി കയറാം.
നല്ല സ്ട്രോങ് മഴയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നിന്നിട്ട് എൻ്റെ ഡ്രസ്സ് തന്നെ നനഞ്ഞു തുടങ്ങി. നദിയുടെ വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ പോയിട്ട് മൊത്തത്തിൽ നനഞ്ഞു. നല്ല അടിപൊളി മഴയായിരുന്നു. മൊത്തത്തിൽ ഞാനും കണ്ണാടിയും ക്യാമറയും എല്ലാം നനഞ്ഞു. ഇനി നമുക്ക് പതുക്കെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് വന്നിരിക്കുന്ന കട്ട്ലറ്റാണ്. ഞാൻ ആദ്യം ഈ കട്ട്ലറ്റ് മാത്രം ഒന്ന് ടച്ച് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. കുഴപ്പമില്ല, കുറച്ച് ഉപ്പ് കൂടുതലാണ്. പിന്നെ കട്ട്ലറ്റ് മാത്രമായിട്ട് കഴിക്കാൻ ഇത്തിരി പാടായിരിക്കും. അത്യാവശ്യം ഉപ്പുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിനെ ബ്രെഡിനകത്ത് ചുരുട്ടി കൂട്ടി കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ബട്ടറൊക്കെ തേച്ചിട്ട് ബ്രെഡിനകത്തിട്ട് ചുരുട്ടി കൂട്ടി കഴിക്കാം. ഇതിനിങ്ങനെ ബ്രെഡിനകത്തോട്ട് ചുരുട്ടി കൂട്ടി വെച്ചിട്ട് റോളാക്കി കഴിക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വടപ്പാവ് സ്റ്റൈല് അങ്ങനെ കുറച്ചും കൂടി ഭേദമാണ്. കാര്യം ബ്രെഡിലുകൊണ്ട് കട്ട്ലറ്റിൻ്റെ ഉപ്പത്രയും കൊണ്ട് അറിയുന്നില്ല. ഇതാണ് ഗംഗാവലി പുഴ. മലയാളികൾക്ക് എല്ലാവർക്കും വളരെ സുപരിതമായ പേരാണ് ഗംഗാവലി പുഴ എന്ന് പറയുന്നത്. ഇതാണ് പുഴ. മഴയാണിപ്പോഴും. ഗംഗാവലി പുഴ ഇക്കൊല്ലം കരകവിയാറായിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് താമസിക്കുകയാണ്. അന്ന് ഇടിഞ്ഞ മണ്ണിപ്പോഴും നടുക്ക് അങ്ങനെ തന്നെ നടക്കുന്നുണ്ട്. ഹൈവേ പിന്നെ നന്നാക്കിയിട്ടില്ല. ഒരു വർഷമായി. അപ്പം നമ്മൾ ജസ്റ്റ് കാർവാറിലേക്ക് എത്തുകയാണ്. കാർവാർ ടണലായിരുന്നു ഞാൻ നേരത്തെ കാണിച്ചത്. ജസ്റ്റ് കാർവാർ സ്റ്റേഷനിലേക്ക് എത്തുന്നു. ഇവിടെ ഹോം റെഡ് ആയിരുന്നു, ഇപ്പോൾ മാറി പച്ചയായതായിരുന്നു. നമുക്ക് ക്രോസിംഗ് ഉണ്ട് അവിടെ. മോസ്റ്റ്ലി ഞാൻ വിചാരിച്ച പോലെ തന്നെ ഇവിടെ ഒരു ക്രോസിംഗ് ഉണ്ട്. ഇത് പൂനെ എറണാകുളം സൂപ്പർ ഫാസ്റ്റ്. കർണാടകയിലെ ലാസ്റ്റ് മേജർ ടൗൺ ആയിരുന്നു കാർവാർ. ഇനി ഒരു സ്റ്റേഷൻ കൂടെ, അസിമോട്ടി എന്ന് പറഞ്ഞ സ്റ്റേഷൻ കൂടി ഉണ്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ കാളി റിവർ കിടക്കും. കാളി റിവർ ഏകദേശം ആവാറായിട്ടുണ്ട്. ഇതാണ് കാളി റിവർ. കാണുന്നത് കണ്ടൽക്കാടുകളാണ്.
പുറകിലെ മലകൾ കണ്ടോ, കാണാനില്ല മേഘം മൂടിയിട്ട്. ഇതാണ് കൊങ്കൺ റെയിൽവേയുടെ മാജിക്. നമ്മുടെ ഈ സീരീസ് റിട്ടേൺ യാത്രയിൽ നമ്മൾ കൊങ്കൺ റെയിൽവേ വഴി തന്നെ വരുന്നത്. അപ്പോൾ കുറച്ചും കൂടി മാജിക് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് കർണാടകയിലെ അവസാനത്തെ സ്റ്റേഷനായ അസ്നോട്ടി. ടണലായിരുന്നു കർണാടക ഗോവ ബോർഡർ. അപ്പോൾ നമ്മൾ ഗോവയിലോട്ട് കയറി കഴിഞ്ഞു. വീണ്ടും ഒരു ക്രോസിംഗ് ആണോ എന്നൊരു സംശയം കണ്ടിട്ട് നമ്മൾ ലൂപ്പിലോട്ടാണ് വന്നു. അതെ, ലൂപ്പിൽ കയറിയിരിക്കുകയാണ്. ഇതാണ് ലോലയെ സ്റ്റേഷൻ. ലോലയെ ഒരു നേസൽ സൗണ്ട് വരും, ലോലയെ എന്ന് പറഞ്ഞാൽ. ഇംഗ്ലീഷിൽ ലോലിയം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് പലതും മറ്റേ പോർച്ചുഗീസ് പേരുകളാണ്, പോർച്ചുഗീസ് ഇൻഫ്ലുവൻസുള്ള പേരുകളാണ്. അപ്പോൾ അതിൻ്റെ മറാഠി സ്പെല്ലിങ്, കൊങ്കണി സ്പെല്ലിങ്ങും ഇംഗ്ലീഷ് സ്പെല്ലിങ്ങും തമ്മിൽ വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളങ്ങനെ ക്രോസിങ്ങിന് വേണ്ടി ലൂപ്പിൽ കയറിയിരിക്കുകയാണ്. നമ്മളിന്ന് കയറുന്ന മൂന്നാമത്തെ ലൂപ്പാണിത്. ഇഷ്ടംപോലെ ബഫർ ടൈമുള്ള ഒരു സ്കെഡ്യൂൾ ആയതുകൊണ്ട് കുഴപ്പമില്ല, ഓടിയെടുക്കാൻ പറ്റും. വളവിലാണ്ട് നമുക്ക് സിഗ്നലൊന്നും തുഗ്ലക്കാബാദിൻ്റെ 39071 തിരുവനന്തപുരം രാജധാനി എക്സ്പ്രസ് ആണ്. വീണ്ടും ഒരു ക്രോസിംഗ് ആണെന്ന് തോന്നുന്നു. സ്പീഡ് കുറഞ്ഞു. ലൂപ്പിലേക്ക് കയറുകയാണെന്ന് തോന്നുന്നു. വീണ്ടും മഴയൊന്ന് ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ട്. മഴ ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. മഴ പോയിട്ടൊന്നുമില്ല. മൂടി കെട്ടി നിൽക്കുക മൊത്തത്തിൽ. ലെഫ്റ്റ് സൈഡിലോട്ടുള്ള ലൂപ്പിലേക്കാണ് കയറിയത്. പ്ലാറ്റ്ഫോം ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ്. പക്ഷേ നമ്മളിവിടെ ഒരു ഓവർടേക്കും കൂടി ചെയ്യുന്നതിൻ്റെ ഒരു മനസ്സിൽ നമുക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൈഡൊന്ന് മാറി നിന്ന് നോക്കിയതാണ്. എൻ്റെ ഇൻറ്റ്യൂഷൻ കറക്റ്റായിരുന്നു. ഇവിടെ നമുക്ക് മുന്നേ പോയൊരു ട്രെയിൻ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ മിക്കവാറും ഇതൊരു ക്രോസിംഗ് കം ഓവർടേക്ക് ആവാൻ സാധ്യതയുണ്ട്. അതോ ഇനി അവനെ തന്നെ ആദ്യം വിട്ടിട്ട് നമ്മളിവിടെ കഴിഞ്ഞ് നിൽക്കുമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇത് പഞ്ചഗംഗ എക്സ്പ്രസിൻ്റെ റേക്കാണ്. KSR ബംഗളൂരു കാർവാർ പഞ്ചഗംഗ എക്സ്പ്രസ്. ഈ റേക്ക് പിന്നീട് കാർവാർ മഡ്ഗാവ് പാസഞ്ചറായിട്ട് മുന്നോട്ട് പോകും. പാസഞ്ചറല്ല, എക്സ്പ്രസ് സ്പെഷ്യലായിട്ട് പോകും. അതാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ വെച്ച് ക്രോസ് ചെയ്യുന്നത് നമ്മുടെ റോക്കറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന
12133 മുംബൈ CSMT മാംഗ്ലൂർ ജംഗ്ഷൻ സൂപ്പർ ഫാസ്റ്റിനെയാണ്. ഈ വണ്ടി റോക്കറ്റ് എന്ന അപരനാമത്തിലാണ് അറിയപ്പെടുന്നത്. ഭുസാവൽ ഷെഡിൻ്റെ 25047 ആണ് ലോക്കോ. നമ്മൾ ഒരു പ്രാവശ്യം ഈ ട്രെയിനിന് ഉടുപ്പി ടു മാംഗ്ലൂർ ഒരു യാത്ര പോയിട്ടുണ്ട്. ഉടുപ്പി ടു മുംബൈ, മാംഗ്ലൂർ അല്ല. ഒരു പ്രാവശ്യം നമുക്കിതിന് മുംബൈ ടു മാംഗ്ലൂർ ട്രിപ്പ് അടിക്കാം. അങ്ങനെ മാംഗ്ലൂർ സൂപ്പർ ഫാസ്റ്റ് കടന്നുപോയി. ഇനിയിപ്പോൾ ഏത് വണ്ടി ആദ്യം വിടും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അവനെ വിടുമോ നമ്മളെ വിടുമോ എന്നുള്ളത്. അത് മഡ്ഗാവ് ടെർമിനേറ്റിംഗ് വണ്ടിയാണ്. നമുക്കിനിയും ബോംബെ വരെ പോകേണ്ട വണ്ടിയാണ്. അപ്പോൾ ആരെ ആദ്യം വിടും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. അവനാണ് ആദ്യം പോകുന്നത്. DP4D ഹോൺ അടിച്ചു. പക്ഷേ ദുരന്തോ എക്സ്പ്രസ്സിനെ പിടിച്ചിട്ടിട്ട് എക്സ്പ്രസ് സ്പെഷ്യലിന് മുന്നിൽ വിടുന്നു. വെരി ബാഡ്. ആ ട്രെയിനിന് ഏകദേശം 16 കിലോമീറ്ററോളം ഓടി മഡ്ഗാവിലെത്തിയാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. 16-14 കിലോമീറ്റർ കണ്ട് മഡ്ഗാവിലേക്ക്. അത് കഴിഞ്ഞാലേ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. നമുക്കിനി അത്യാവശ്യം കുറച്ച് നേരം ഇവിടെ പോസ്റ്റ് ഉണ്ടാവും. അതിനിടയ്ക്ക് മഴ ശക്തി പിടിച്ചു തുടങ്ങി. അപ്പോൾ ഇതാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കോച്ച്. ഇന്നലെ ഇരുട്ടത്താണല്ലോ കാണിച്ചത്. ആണ് കോച്ച് 222199 അല്ലെങ്കിൽ 222199 എന്ന് പറയാം. ആണ് നമ്മുടെ കോച്ച്. നമ്മൾ ജസ്റ്റ് മഡ്ഗാവിലേക്ക് എത്തുന്നു. മഡ്ഗാവ് എത്തുന്നതിന് മുന്നോടിയായിട്ട് മറ്റേ വാസ്കോ സൈഡിൽ നിന്നുള്ള ലൈനാണ് കാണുന്നത്. ഞാൻ കുറച്ച് നേരം ഉള്ളിൽ വന്ന് കിടക്കുകയായിരുന്നു. റൈറ്റ് സൈഡിലെ ഡോറിൽ അവർ ആക്ച്വലി മറ്റേ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ്. ഈ കാറ്ററിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ്. ആ ഡോറ് തുറക്കാൻ പറ്റില്ല. എല്ലാ പ്രാവശ്യം അപ്പുറത്ത് കോച്ചിൽ പോകണം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കണ്ടേക്കാം. ഇതാണ് മഡ്ഗാവിലെ പിറ്റ് ലൈനുകൾ. പിറ്റ് ലൈനിൽ വണ്ടിയൊന്നുമില്ല, ആകെ മെമോ മാത്രമുണ്ട്. കാർവാർ മെമോ അവൻ മാത്രം പിറ്റ് ലൈനിൽ കിടക്കുന്നുണ്ട്. ഇത് ICF ബിൽറ്റ് മെമോ ആണ്. ഇവരുടെ അടുത്ത് ICF ബിൽറ്റും RCF ബിൽറ്റും ഉണ്ട് മെമോ. നല്ല മഴയുണ്ട്. നമ്മൾ ജസ്റ്റ് മഡ്ഗാവ് സ്റ്റേഷനോട് കയറുന്നു. ഇത് ഇവിടുത്തെ കോച്ച് കെയർ സെൻ്റർ. ഇതൊരു കോച്ച് ഓവറോളിംഗ് ഷെഡാണ്. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 2 3 മറ്റാണ് തോന്നുന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെ മഡ്ഗാവ് സ്റ്റേഷനിലോട്ട് ജസ്റ്റ് പ്രവേശിക്കുന്നു. മഴയാണ്, നല്ല അടിപൊളി മഴയാണ്. മഴ ആയതുകൊണ്ട് തന്നെ പിടിക്കുന്ന എല്ലാം ഒരുവിധം വിഷ്വൽസാണ്. നമ്മുടെ പുറകെ ഓഖ എക്സ്പ്രസ് ഇവിടെ എത്താറായി. നമ്മുടെ തൊട്ട് പുറകെ ഉണ്ട് ഓഖ എക്സ്പ്രസ്. നമ്മൾ ഇന്നലെ കാഞ്ഞങ്ങാട് വെച്ച് ഓവർടേക്ക് ഓഖ എക്സ്പ്രസ് നമ്മുടെ തൊട്ട് പുറകെ തന്നെ വരുന്നുണ്ടത്. അത് പ്ലാറ്റ്ഫോം നമ്പർ 1 വരുന്ന ഒരു ഡിസ്പ്ലേ കാണിച്ചു തുടങ്ങി. നമ്മൾ ജസ്റ്റ് പ്ലാറ്റ്ഫോം നമ്പർ 3 പ്രവേശിച്ചിരിക്കുകയാണ്. മഡ്ഗാവ് ജംഗ്ഷൻ്റെ ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. രാവിലത്തെ കട്ട്ലറ്റ് കാവ്യം എന്തെങ്കിലും ഒന്ന് മേടിച്ച് കഴിച്ചാൽ കൊള്ളാം എന്നുണ്ടെങ്കിൽ. ഇവിടെയായിട്ട് മുംബൈയിലേക്ക് പോകേണ്ട വന്ദേ ഭാരത് എക്സ്പ്രസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ മൺസൂൺ ഷെഡ്യൂൾ ആയതുകൊണ്ട് അത് നേരത്തെ പുറപ്പെടും. അതിവിടുത്തെ പുറപ്പെടുന്ന രീതിയിലുണ്ട്. അത് നമ്മുടെ പുറകെ തന്നെയാണ്. നമ്മൾ ഓവർടേക്കൊന്നും ചെയ്യില്ല.
നമ്മൾ മടുഗാവിലെത്തിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ 10:50. വണ്ടി 1 മണിക്കൂർ മേലെ ലേറ്റാണ്. നല്ല മഴ. ഞാൻ ഒരു പാക്കറ്റ് ഖമൻ ഡോക്ല മേടിച്ചു. നമുക്ക് ഇത് കഴിച്ചു നോക്കാൻ കണ്ടത്. ഇതാണ് ഖമൻ ഡോക്ല എന്ന് പറയുന്ന സാധനം. ഖമൻ ഡോക്ല എന്ന് പറയുന്നത് ബേസിക്കലി കടലമാവും ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് സ്റ്റീം ചെയ്തുണ്ടാക്കുന്നത്, ഇഡ്ഡലി പോലെ സ്റ്റീം ചെയ്തുണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. ഗുജറാത്തികളുടെ പലഹാരമാണ്. ഇത് ആക്ച്വലി വളരെ നന്നായിട്ടുണ്ട്. ഏറ്റവും പ്രതീക്ഷയില്ല. അങ്ങനെ മഡ്ഗാവിന് പുറപ്പെട്ടു. സമയം 11 മണി. ഇതാണ് നമ്മൾ നേരത്തെ ബാലിയിൽ വെച്ച് കണ്ട പഞ്ചഗംഗ എക്സ്പ്രസ്സിൻ്റെ റേക്ക്, KSR ബംഗളൂരു കാർവാർ. ഇവിടെയായിട്ട് നമ്മുടെ ജനശതാബ്ദി എക്സ്പ്രസ് റെഡി ആവുന്നുണ്ട്. അത് നമ്മുടെ പുറകെ പോരും. നമ്മുടെ പുറകെ തന്നെ പോകണം. ഇതാണ് മഡ്ഗാവ് മുംബൈ ജനശതാബ്ദി എക്സ്പ്രസ്സിൻ്റെ റേക്ക്. ഇതേ റേക്കാണ് ഡെക്കൻ എക്സ്പ്രസ് ആയിട്ടും ഓടിക്കുന്നത്. മുംബൈ ചെന്നിട്ട് നാളെ ഇത് ഡെക്കൻ എക്സ്പ്രസ് ആയിട്ട് പൂനെയിലേക്ക് പോകും. പിന്നെ മെയിൻ്റനൻസ് മുംബൈ തന്നെയാണ്. പിന്നെ മെയിൻ്റനൻസിൻ്റെ കൺവീനിയൻസിന് വേണ്ടി വല്ലായിരിക്കും ഇത് ഡെക്കൻ എക്സ്പ്രസ്സുമായിട്ട് റേക്ക് ഷെയറിംഗ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് മഡ്ഗാവ് സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നു. നമ്മൾ സാധാരണ എപ്പോഴും പ്ലാറ്റ്ഫോം സൈഡല്ല കാണുന്ന എക്സിറ്റ്. അതുകൊണ്ട് ഇപ്രാവശ്യം കുറേ ചേഞ്ച് ഇപ്പോഴത്തെ സൈഡ് കാണിച്ചേക്കാന്ന് വെച്ചത്. ഇതിനകത്ത് ഒരു വെറൈറ്റി ഡിസൈനുള്ള ചെയർ കാർ കോച്ചാണിത്. അതെപ്പോഴെങ്കിലും നമുക്ക് ചാൻസ് കിട്ടുമ്പോൾ അത് കാണിച്ചു തരാം അതെന്താ വെറൈറ്റി എന്നുള്ളത്. 3 AC ചെയർ കാർ കോച്ചുകളുണ്ട്. പിന്നെ ഇതിന് ഇങ്ങേറ്റത്തൊരു വിസ്റ്റാഡോം കോച്ചുണ്ട്. തേജസ് എക്സ്പ്രസ് ആണെങ്കിൽ 2 വിസ്റ്റാഡോം ഉണ്ട്. ഇതിന് ഒരെണ്ണമുള്ളൂ. 3733 ഇത് ഷെഡാണോ? കല്യാൺ ഷെഡ്. അപ്പം നമ്മളങ്ങനെ മഡ്ഗാവ് ജംഗ്ഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. നമ്മൾ ജസ്റ്റ് മഡ്ഗാവിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം മജോദ സ്റ്റേഷൻ വരെ ഡബിൾ ലൈനാണ്. അത് കഴിഞ്ഞ് വീണ്ടും സിംഗിൾ ലൈനാണ്. നമുക്ക് ഒരു വാക് 12B ഹോൾഡ് ഫ്രൈറ്റ് കിടക്കുന്നു. സഹാരൻപൂരിൻ്റെ 60176 NMG വാഗൺസ് ആണ്. കൊങ്കൺ റെയിൽവേയുടെ ശരിക്കുള്ള ക്വീൻ എന്നറിയപ്പെടുന്ന കൊങ്കൺ കന്യ വരാറായിട്ടുണ്ട്. അവിടെ നിന്ന് വരുന്ന വണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ റൺ ത്രൂ ചെയ്യാൻ പോകുന്ന ഇതാണ് സുരാവലി. സുരാവലി എന്ന് പറയുന്നത് ഒരു ഹോൾഡ് സ്റ്റേഷനാണ്. കൊങ്കൺ റെയിൽവേയുടെ കീഴിലുള്ള ഹോൾഡ് സ്റ്റേഷനാണ്. ഇത് പ്ലാറ്റ്ഫോമൊന്നും ഇല്ല അങ്ങനെ കാര്യമായിട്ട്. ഈ ലോ ലെവൽ ഇത് കേൾക്കുമ്പോൾ പാസഞ്ചർ ട്രെയിനിൽ മാത്രമേ ഇവിടെ നിർത്തുള്ളൂ. വേറൊന്നും ഇവിടെ നിർത്തില്ല. വരുന്നതാണ് കൊങ്കൺ കന്യ എക്സ്പ്രസ്. നമ്മൾ ജസ്റ്റ് കൊങ്കൺ റെയിൽവേയുടെ ലൈനിലോട്ട് കയറുന്നു മജോർദ സ്റ്റേഷനിൽ.
അല്പം മുമ്പിലായിട്ട് നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞ് നമ്മൾ വരണ ഭാഗത്തേക്ക് അങ്ങ് പോകും. അതൊരു WDG3 അടിപൊളി ഉറപ്പൻ വെർണ ഷെഡിൻ്റെ 13384 ആണ് ലോക്കോ. ഷണ്ടിങ് ഡ്യൂട്ടി മാത്രം ചെയ്യുന്ന ലോക്കോ ആണ്, അത് മെയിൻ ലൈൻ ഡ്യൂട്ടി ചെയ്യുന്നതല്ല. അപ്പോൾ അത് ആ ഫ്ലൈറ്റ് എന്താ പറയുക, പീസ് ഫ്ലൈറ്റ് മീൻസ് ഷോർട്ട് ഫ്ലൈറ്റ് ആയിരിക്കും, ഫുൾ റേക്ക് ആയിരിക്കില്ല, പാർട്ട് റേക്ക് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഇടതുവശത്തുള്ള ഈ 2 ലൈനുകൾ വാസ്കോ ഡ ഗാമയിലേക്ക് പോകുന്നുണ്ട്. വാസ്കോ ഡ ഗാമയും മോർമുഗാവ് പോർട്ടിലേക്കും പോകുന്നതാണ് ഈ ഇടതുവശത്തുള്ള 2 ലൈനും. അല്പം മുമ്പിൽ വെച്ച് ഈ 2 ലൈനുകളും സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ജൂറിസ്ഡിക്ഷനിലേക്ക് പോകും. നീല ബോർഡ് മുതൽ അങ്ങോട്ട് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ജൂറിസ്ഡിക്ഷനാണ് ആ ലൈന്. നമ്മൾ കൊങ്കൺ റെയിൽവേ തന്നെയാണ്. നമ്മളിനി അല്പം മുമ്പിലായിട്ട് നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞ് നമ്മൾ ടുവേർഡ്സ് വെർണ നമ്മൾ പോകും. ഇവിടെ നിന്ന് അങ്ങോട്ട് വാസ്കോ ലൈനുകൾ വേറെ വഴിക്ക് പോകും, നമ്മൾ വേറെ വഴിക്ക് പോകും. നമ്മൾ ഈ വാസ്കോ ലൈനിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. വാസ്കോ ലൈനിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ഇവർക്ക് സ്വന്തമായിട്ടൊരു ഡീസൽ റോഡിംഗ് ബസ് സ്റ്റോപ്പൊക്കെ ലോക്കോസ് ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ ഒരു റോറോ റേക്ക് കിടക്കുന്നുണ്ട്. റോറോ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. WDG4 കിടപ്പുണ്ട് ഇവിടെ. വാഗ് 7 കിടക്കുന്നുണ്ട്. ആ റോറോ റേക്കിനൊരു വാഗ് 9 അപ്പുറത്ത് കാണുന്നതാണ് ഡീസൽ റോളിംഗ് സ്റ്റോക്ക് ഡിപ്പോ. അവിടെ ഒരു മെമ്മോ കിടക്കുന്നത് കാണാം. അത് ഇവരുടെ കയ്യിലുള്ള 3ാമത്തെ മെമ്മോ ആണ്. ഒരു പഴയ അടിപൊളി പള്ളി കണ്ടോ. ഗോവയിൽ ഇങ്ങനത്തെ കുറേ പള്ളികൾ കാണാൻ പറ്റും. ഇതൊക്കെ പോർച്ചുഗീസ് ആർക്കിടെക്ചറിൻ്റെ ഇൻഫ്ലുവൻസിലാണ്. നമ്മളിപ്പോൾ അല്പം മുന്നിലായിട്ട് നമ്മൾ ജുവാരി നദി കിടക്കും. ജുവാരി നദിയോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇംഗ്ലീഷിൽ കോട്ടലിം എന്നാണ് എഴുതിയിരിക്കുന്നത് ഈ ക്രീക്കിന്. പക്ഷേ കൊങ്കണിയിൽ ഒരു കുട്ടാളി എന്നാണ് എഴുതിയിരിക്കുന്നത്. കുട്ടാളി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇംഗ്ലീഷിൽ കോട്ടലിം എന്ന് എഴുതുമ്പോൾ നമ്മൾ കുട്ടാളി എന്നാണ് വായിക്കേണ്ടത്. വളരെ യുണീക്കാണ് ഗോവയിലുള്ള സ്ഥലപ്പേരുകൾ. അതിന് കാരണം ബേസിക്കലി ഇതിനുള്ള ഒരുപാട് പോർച്ചുഗീസ് ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ പോർച്ചുഗീസുകാർ ഇവിടെ ഭരിച്ചിരുന്ന കാലത്ത്, ഡച്ചുകാർ ഇവിടെ ഭരിച്ചിരുന്ന കാലത്ത് അവർക്ക് ഇവിടുത്തെ പേരുകൾ ഉച്ചരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരുടേതായ രീതിയിലേക്ക് അവർ പേരുകൾ മാറ്റിയിട്ടായിരുന്നു. ആ പേരുകളാണ് ഇന്നിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൽ പല സ്ഥലപ്പേരുകളും മാറ്റി ഒറിജിനൽ പേരിലോട്ട് മാറുന്നുണ്ട്. എന്നാലും ഇതാണ് ജുവാരി പാലം. സൈഡിലുള്ളത് നാഷണൽ ഹൈവേയുടെ ബ്രിഡ്ജാണ്. രണ്ട് പാലമുണ്ട് ജുവാരിക്ക് കുറുകെ. ഒന്നിപ്പോൾ കടന്നു, നമ്മളിപ്പോൾ രണ്ടാമതിലേക്ക് കടക്കാൻ പോകും. ലെഫ്റ്റ് സൈഡിൽ ഹൈവേയുടെ കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് കാണാം. നമ്മളോട് ചേർന്നുള്ളത് പഴയ പാലമാണ്. അപ്പുറത്തുനിന്നാണ് പുതിയ പാലം. പുതിയ പാലത്തിൽ ബൈക്കുകൾ അലൗഡ് അല്ല. അങ്ങനെ എന്തോ ഞാനിവിടെ വായിച്ചായിരുന്നു. 2 വീലേഴ്സ് അലൗഡ് അല്ല. 4 വീലേഴ്സും ഓൾഡോട്ട് വണ്ടികൾ മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. ഞാൻ ഈ ഗോവയിലോട്ടൊക്കെ ബൈ റോഡ് വന്നിട്ട് ഒരുപാട് കാലമായി. പഞ്ചിം ഭാഗത്തോട്ടൊക്കെ ബൈ റോഡ് വന്നത് എനിക്കൊന്ന്
കയറ്റമാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഈ ഭാഗത്തോട്ട് വന്നിട്ടില്ല. വീണ്ടും മഴ തുടങ്ങി. ഇവിടെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വൈൽഡ് ലൈഫ് ബേർഡ് സാങ്ച്വറി പറ്റും. ഒരു കുളമുണ്ട് ഇവിടെ. കർമാളി സ്റ്റേഷനിൽ ഒരു വാഗൺ ആൻഡ് ഹോളിൽ ട്രെയിൻ കിടക്കുന്നുണ്ട്. 31768 DLTP ഷെഡിൻ്റെ ഒരു ലോക്മാന്യ തിലക് ടെർമിനസ് കർമാളി സൂപ്പർ ഫാസ്റ്റാണ്. ഇവിടെ ഒന്ന് യാത്ര അവസാനിപ്പിച്ചിട്ട് കിടക്കുന്ന വണ്ടിയാണിത്. സ്റ്റേഷൻ ബിൽഡിംഗ് ഒക്കെ അപ്പുറത്തെ സൈഡിലാണ്. ഒരു AC സൂപ്പർ ഫാസ്റ്റാണ്. ഈ 15 AC 3 ടയർ കോച്ചുണ്ടായിരുന്നു. ഈ സ്റ്റേഷനിൽ മറ്റേ ലേക്ക് വ്യൂയുടെ ഒരു റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്, ബാർ ആൻഡ് റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കർമാളിയിൽ നമ്മൾ ജസ്റ്റ് മാണ്ഡവി നദിക്ക് കുറുകയുടെ പാലത്തോടെ കടന്നു. ഇപ്പോൾ മാണ്ഡവിക്ക് കുറുകെ 2 പാലമുണ്ട്. ഇത് പാലം നമ്പർ 1 ആണ്. ഇതുപോലെ അല്പം മാറി ഒരെണ്ണം കൂടിയുണ്ട്. മാണ്ഡവി നദിയിലാണ് മറ്റേ കാസിനോസൊക്കെ ഉള്ളത്. നടുക്ക് കിടക്കുന്നുണ്ട് ഒരെണ്ണം. കടന്നു പോകാൻ വേണ്ടി കുറച്ച് നീളമുള്ളൊരു സ്പാൻ പണിതാണ് അതിന് നടുക്കായിട്ട്. മാണ്ഡി 2 പാലമാണ്. ഇത് ഫസ്റ്റ് ബ്രിഡ്ജാണ്. അല്പം മുന്നിലായിട്ടാണ് സെക്കൻഡ് ബ്രിഡ്ജ്. ഇത് ശരിക്കും സെക്കൻഡ് ബ്രിഡ്ജും അപ്പുറത്തുള്ള ഫസ്റ്റ് ബ്രിഡ്ജുമാണ്. നമുക്കിത് ഫസ്റ്റ് അത്രേ ഉള്ളൂ. റെയിൽവേയുടെ കണക്കിൽ ഇത് സെക്കൻഡ് ബ്രിഡ്ജും അപ്പുറത്തുള്ള ഫസ്റ്റ് ബ്രിഡ്ജുമാണ്. നല്ല ഭംഗിയുള്ള പ്രദേശം. അങ്ങ് ദൂരെ കുറേ പള്ളികളൊക്കെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മഴ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് ക്ലിയർ ആയിട്ടുണ്ട്. ഇതാണ് 2ാമത്തെ പാലം. ഇതൊരു ചെറിയ പാലമാണ്. ഇതെനിക്കൊന്ന് മാണ്ഡവിയുടെ ഒരു കൈവഴി മാത്രമാണ് തോന്നുന്നു. ഇത് ഉദന മാംഗ്ലൂർ ജംഗ്ഷൻ സ്പെഷ്യലായിരുന്നു. നമുക്ക് മിസ്സായി. മധുരൈ സ്റ്റേഷനായിരുന്നു ഇത്. ഓ എന്താ മഴ അല്ലേ, കിടുക്കാച്ചി മഴ. മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇത്രയും നേരം നല്ല മഴയായിരുന്നു. നമ്മൾ കുടാൾ സ്റ്റേഷനൊക്കെ പാസ് ചെയ്യുമ്പോൾ എന്താ പറയുക, പുറത്ത് സ്റ്റേഷൻ കാണാൻ പോലും വയ്യായിരുന്നു, അത്രയും മഴയായിരുന്നു. അപ്പോൾ ഒന്ന് ബെറ്ററായിട്ട് നമ്മളിപ്പോൾ ഏകദേശം സിന്ധുദുർഗ് എത്താറായിട്ടുണ്ട്. സ്പീഡ് റെസ്ട്രിക്ഷൻ കൊണ്ടാണെന്ന് തോന്നുന്നു നമ്മളിപ്പോൾ പതുക്കെ പോകുന്നത്. നമ്മൾ ജസ്റ്റ് സിന്ധുദുർഗ് സ്റ്റേഷനോട് എത്തുന്നു. അതിന് മുമ്പുള്ള ബലാസ് സൈഡിങ്ങാണ് ഈ കാണുന്നത്. KRൻ്റെ ഉടമസ്ഥതയിലുള്ള ഡിപ്പാർട്ട്മെൻറ്റൽ ബോബിൻ വാഗൻസാണ്. ഇടയ്ക്ക് ഒരു ലെവൽ ക്രോസ് ഉണ്ട്, കണ്ടോ.
അടിപ്പൻ. ഈ സ്റ്റേഷനിൽ നമ്മളൊരു വണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു വണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഫ്രഷ് ബലാസ്റ്റോണ് അൺലോഡ് ചെയ്യുന്നു. ഇതിന് G9 ആണ്, 31242 അജിനി ഷെഡിൻ്റെ ഒരു WDP 4D ഹോൾഡ് ട്രെയിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അത് മിക്കവാറും തുത്താരി എക്സ്പ്രസ് ആയിരിക്കണം. ഇതാണ് സിന്ധുദുർഗ് സ്റ്റേഷൻ, 40312. അതെ, തുത്താരി എക്സ്പ്രസ് തന്നെ, ദാദർ സാവന്തവാടി തുത്താരി എക്സ്പ്രസ്. അപ്പോൾ അങ്ങനെ സിന്ധുദുർഗ് സ്റ്റേഷൻ കഴിഞ്ഞു. അപ്പുറത്തായിട്ടൊരു റെയിൽ മോണിറ്ററിംഗ് വെഹിക്കിൾ കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ലഞ്ച് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. ലഞ്ചായിട്ട് ഇത്രയും പാത്രങ്ങളുണ്ട്. എന്താണെന്നുള്ള നമുക്കതൊക്കെ തുറന്നു നോക്കാം. എന്തോ കാര്യമായ പ്രശ്നമാണ്. ഒരു അടിപൊളി പുഴ. നമ്മൾ കൺകവലി സ്റ്റേഷൻ എത്തറിയാം, അതാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. കാരണം കോച്ചിലെ ലൈറ്റ് ഓഫാണ്. കുറച്ചധികം നേരം AC ഓഫായിരുന്നു. ഇപ്പോൾ AC വന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് പതുക്കെ ഇത് അൺപാക്ക് ചെയ്ത് നോക്കാം അതിനകത്ത് എന്തൊക്കെയാണ്. അപ്പോൾ ഇതിനകത്തുള്ള സാധനങ്ങൾ കാണിക്കുന്നതിന് മുമ്പ് ഇതിന് മുകളിലൊരു പുതിയ ഇതാണ് മീൽസ് ഓൺ വീൽസ് ഭരോസ പുരാണ സ്വാദ് നെയ് എന്ന് പറഞ്ഞൊരു പുതിയ കവറൊക്കെയാണുള്ളത്. ഇത് വന്ദേ ഭാരതിൽ നമ്മൾ കാണുന്ന അതേ ഡിസൈനാണ്. അപ്പോൾ ഇതിനകത്തുള്ളത് വൈറ്റ് റൈസ് ഉണ്ട്, പിന്നെ ഉള്ളത് ദാളാണ്. അത് കഴിഞ്ഞ് പിന്നെ ഉള്ളത് ഒരു പനീർ സബ്ജിയാണ്. ഇത് വെള്ളം കൂടുതൽ, വെള്ളം എണ്ണയാണ് കൂടുതൽ. പനീറുണ്ട് അതിനകത്ത്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ സബ്ജിയുണ്ട്, രസഗുളയുണ്ട് സ്വീറ്റായിട്ട്, നമുക്ക് മാറ്റി വെച്ചേക്കാം. അതുകൂടാതെ പറാഠയുണ്ട്. പറാഠയാണ്, 2 പറാഠയുണ്ട്. ടേസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പനീർ കറിയുടെ പ്രത്യേകിച്ച് ആസ്വാദനമില്ല. നല്ല എരിവുണ്ട്, ഉപ്പ് കൂടുതലാണ്, പനീറുണ്ട്. അതല്ലാണ്ട് പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ഒന്നുമില്ല. ബാക്കി ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഫുഡ് കഴിച്ചു തീർത്തു, പക്ഷേ ആവറേജ് അത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ പറയുക, മറ്റേ പനീറിന് പ്രത്യേകിച്ച് ഒരു സ്വാദം ഉണ്ടാകുന്നുണ്ട്. നല്ല എരിവും ഉപ്പും മാത്രമുള്ള ഒരു തക്കാളി വെള്ളത്തിൽ കുറച്ച് പനീറിട്ടുണ്ടായിരുന്നു. പിന്നെ ദാൾ അടിപൊളിയായിരുന്നു. ദാൾ പറയാണ്ടിരിക്കാനുണ്ട്, ദാൾ സൂപ്പറായിരുന്നു. ദാളിൽ അത്യാവശ്യം മുളകും ഒക്കെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ദാളിന്. പിന്നെ രസഗുള്ള സ്റ്റാൻഡേർഡ് പാക്ഡ് രസഗുള്ള, സിന്തറ്റിക് രസഗുള്ള. പ്രത്യേകിച്ച് ആഹാ ഓഹോ എന്ന് പറയാനൊന്നുമില്ല. ഇവിടെ ലഞ്ച് കഴിഞ്ഞു. ഇനി കുറച്ച് നേരം കിടന്നാലോ ആലോചിക്കുകയായിരുന്നു. നമ്മൾ ലൂപ്പിലോട്ട് കയറുകയാണ്. ഇതിപ്പോൾ എവിടെയാണോ എന്ന് പറയുമ്പോൾ നമുക്കൊരു ക്രോസിംഗ് ഉണ്ടെന്ന് അർത്ഥം. വൈഭവ്വാടി റോഡ് സ്റ്റേഷനിലാണിത്. അപ്പോൾ ഇതാണ് വൈഭവ്വാടി റോഡ് സ്റ്റേഷൻ. നമുക്ക് ക്രോസ് ചെയ്യേണ്ട ട്രെയിൻ എത്തിയിട്ടില്ല ഇതുവരെ. ഓപ്പോസിറ്റ് ലൈനിലെ സിഗ്നൽ ഞാൻ നോക്കിയപ്പോൾ ചുമലയായിരുന്നു. കാരണം നമ്മുടെ ട്രെയിന് 10 കോച്ചിന് നീളം മുന്നോട്ട് നടന്നാൽ നമുക്ക് വേണമെങ്കിൽ ലോക്കോ കണ്ടിട്ട് വരാം. നമുക്ക് ക്രോസ് ചെയ്യേണ്ട ട്രെയിൻ ഒരു 10-12 കിലോമീറ്റർ അകലെയാണ്. ആ ഒരു കോൺഫിഡൻസിൽ നടക്കുകയാണ്. ഇവിടെ ഫുള്ള് വഴുക്കലാണ്. ഇതാണ് നമ്മുടെ ട്രെയിൻ, എറണാകുളം ദുരന്തോ എക്സ്പ്രസ്. ലോക്കോ കണ്ടിട്ട് പെട്ടെന്ന് ടക്കനെ തിരിച്ചു പോകാം നമുക്ക്. ഇതാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന ലോക്കോ, 22273 അരക്കോണത്തിൻ്റെ വാപ്പ് 4. നമുക്കത് തിരിച്ചു പോകാം. ഈ കോച്ച് ഉണ്ടല്ലോ, B5 കോച്ച്. B5 കോച്ച് ഈ ട്രെയിനിൽ AC ചെയർക്കാറായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. മഡ്ഗാവ് മുതൽ മഡ്ഗാവ് ടു ലോക്മാന്യ തിലക് ടെർമിനസ് AC ചെയർക്കാറാണ്. എറണാകുളം മുതൽ മഡ്ഗാവ് വരെ അത് AC 3 ടയറാണ്. അങ്ങനെയാണ് ആ കോച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നത്. കാത്തിരുന്ന വണ്ടി ഇതാ ജസ്റ്റ് കയറി വരുന്നു.
37634 കല്യാണിൻ്റെ ആയിരുന്നു. ഞാൻ പോയതാണ് ജനശതാബ്ദി എക്സ്പ്രസ്. മുംബൈ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസിൽ നിന്ന് മഡ്ഗാവിലേക്ക് ഓടുന്ന ജനശതാബ്ദി എക്സ്പ്രസ് ആണ്. ഇത് ശരിക്കും നോൺ മൺസൂൺ ഷെഡ്യൂളാണെന്നുണ്ടെങ്കിൽ സെയിം ദിവസം പോയി വരുന്ന വണ്ടിയാണ്. മൺസൂൺ ഷെഡ്യൂളായതുകൊണ്ട് 2 റേക്ക് ഉപയോഗിച്ച് ഡെയിലി സർവീസായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ അങ്ങനെ വൈഭവവാടി റോഡ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. കുറച്ച് നേരം കിടന്നൊരു 15 മിനിറ്റിനടുത്തൂടെ കിടന്നു. ഇനിയിപ്പോൾ ഇതും ഷെഡ്യൂൾഡ് സ്റ്റോപ്പ് ആയിരുന്നില്ല. നമുക്കിനി ഷെഡ്യൂൾഡായിട്ട് സ്റ്റോപ്പുള്ളത് രത്നഗിരിയിൽ മാത്രമാണ്. നമ്മൾ വീണ്ടും നിർത്തി ഖാരേപ്പാട്ടൻ റോഡ് എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ്. ലോ ലെവൽ പ്ലാറ്റ്ഫോം ഉണ്ട്, അവിടെ നിന്ന് ഇറങ്ങുന്നില്ല. ഇപ്പോഴത്തെ സൈഡിലെ മെയിൻ ലൈൻ സിഗ്നൽ ഓൾറെഡി പച്ച ആയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പുറത്തോട്ടൊക്കെ നല്ല മേഘം താന്ന് കിടക്കുന്നുണ്ട്. മഴയാണ് ഇവിടെയും. പക്ഷേ ഒരു ആൽക്കഹോളിൻ്റെ ട്രെയിനാണ്. ഫ്രണ്ടിലൊരു ആൽക്കോ, ബാക്കിലൊരു ഡെഡ് വാഗ് 7 13453 സാബർമതി. പുറകിൽ ഗോണ്ടയുടെ ഒരു ഡെഡ് ലോക്കോ ഉണ്ട്. ഇപ്പോൾ രത്നഗിരി ദിവ പാസഞ്ചറിന് എം ടി റേക്കാണ്. ഇതിനെ ഷണ്ട് ചെയ്ത് മഡ്ഗാവിലേക്ക് കൊണ്ടുപോകണം മെയിൻ്റനൻസിന് വേണ്ടി. ഇത് പണ്ടൊരു പാസഞ്ചർ ട്രെയിനായിട്ട് പോകുമായിരുന്നു. പാസഞ്ചർ ട്രെയിനായിട്ട് പോകുന്നതിന് പകരം റേക്ക് എം ടി റേക്ക് ഷണ്ട് ചെയ്ത് മഡ്ഗാവിൽ കൊണ്ട് മെയിൻ്റനൻസ് ചെയ്യാണ് ഇവർ. അങ്ങനെ ദിവാരത്നഗിരി പാസഞ്ചറിൻ്റെ റേക്ക് പോയി. ആൽക്കോണ് പുകച്ച് തള്ളുന്നുണ്ട്. അപ്പുറത്തായിട്ടൊരു പുഴയോ മറ്റോ ഉണ്ട്. എന്തോ ഒരു വാട്ടർ ബോഡി, പുഴയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇടയിൽ കൂടെ ഇങ്ങനെ ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പാലം ഉണ്ടെന്ന് തോന്നണം. വാഗോട്ടൻ ബ്രിഡ്ജ്. ഹായ്. ആമ്പോ നല്ല ഭംഗിയുണ്ട്. നല്ല വെള്ളമുണ്ട്, ഒഴുക്കുമുണ്ട് വെള്ളത്തിന്. നാഗ്പൂർ പുനെ സ്പെഷ്യലാണ്. അത് ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയി. അതിനിടയ്ക്കാണ് ഈ സ്റ്റേഷൻ വന്നത്. വീണ്ടും ഒരു ക്രോസിങ്. നമ്മൾ അടുത്ത ലൂപ്പിലോട്ട് കയറി ഡോറിലോട്ട് പോകും. ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു പുറത്ത്. വെരവലി എന്ന് പറയുന്ന സ്റ്റേഷനാണ്. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ലൈനിൽ സിഗ്നൽ പച്ചയായിട്ടുണ്ട്. അപ്പോൾ ക്രോസിങ്ങിലുള്ള ട്രെയിൻ വരാൻ അധികം സമയം ബാക്കിയില്ല. പച്ച കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന മംഗള എക്സ്പ്രസ് ആയിരിക്കണം മോസ്റ്റ്ലി. അപ്പോൾ നമ്മൾ ഇത്ര നേരം പോസ്റ്റാക്കിയ വണ്ടി വരുന്നു മംഗള എക്സ്പ്രസ്.
737-827 ആണ്. നമ്മളങ്ങനെ വരാവലിയിലെ ക്രോസിങ് കഴിഞ്ഞ് വീണ്ടും അടുത്ത ക്രോസിങ്ങിനായിട്ട് വീണ്ടും ലൂപ്പിലോട്ട് കയറുകയാണ്. ആടവലി എന്ന് പറഞ്ഞ സ്റ്റേഷനാണിത്. ചെറിയ ഷെൽട്ടറുണ്ട്. അതിനകത്തോട് നിൽക്കുമായിരിക്കും നമ്മുടെ വണ്ടി. എന്നാൽ കൊള്ളാമായിരുന്നു. ആണ് സ്റ്റേഷൻ ആടവലി. ഓപ്പോസിറ്റ് ലൈനിലെ സിഗ്നൽ പച്ചയായിട്ടുണ്ട്. അമൃത് ഭാരത് ഡെലിവറിയുടെ ഒരു മാക്സിമം. ഇത് ചണ്ഡീഗഡ് തിരുവനന്തപുരം നോർത്ത് കേരള സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസ് ആണ്. പുറത്ത് നല്ല മഴ, നല്ല ഉറക്കം വരുന്നു. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ലല്ലോ, അടിപൊളിയായിട്ട് ഉറക്കം വരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമുക്കിനി 2-3 ക്രോസിങ്ങുകളും കൂടെ ഒന്നിന് പുറകെ ഒന്ന് വരാണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ബ്രേക്ക് എടുക്കാം അല്ലേ. നമ്മളിപ്പോൾ അടുത്ത ക്രോസിങ്ങിന് വേണ്ടി വീണ്ടും ലൂപ്പിലോട്ട് കയറാൻ പോകുമെന്ന് തോന്നുന്നു. നിവാസർ സ്റ്റേഷൻ ആയിരിക്കണം മിക്കവാറും. ലൂപ്പിലോട്ട് കയറുന്നതുകൊണ്ട് സ്പീഡ് നല്ലോണം കുറഞ്ഞിട്ടുണ്ട് വണ്ടിയുടെ. നല്ല മഴയിടാം കേട്ടോ. അപ്പോൾ നമ്മൾ നിവാസർ എന്ന് പറഞ്ഞ സ്റ്റേഷൻ്റെ ലൂപ്പ് ലൈനകത്ത് കയറി ഇരിപ്പായി. നമ്മളിപ്പോൾ കഴിഞ്ഞ 3 സ്റ്റേഷനായിട്ട് പാസഞ്ചർ ട്രെയിൻ വരുന്ന പോലെ എല്ലാ സ്റ്റേഷനും ലൂപ്പ് ലൈനിൽ കയറി ഇരുന്നിരുന്നാണ് വരുന്നത്. ഇടയ്ക്ക് എനിക്കൊന്ന് ഒരു സ്റ്റേഷൻ കണ്ട് നമ്മൾ ലൂപ്പ് സ്കിപ്പ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ ലൂപ്പിൽ കയറി. ഇവിടെയും ലൂപ്പിൽ കയറി. ഇവിടെ നമ്മൾ ക്രോസ് ചെയ്യേണ്ടതൊരു പാസഞ്ചറാണ്, എക്സ്പ്രസ്സിൽ ഓടുന്ന ഒരു പാസഞ്ചറിനെയാണ്. അത് വരുന്നവരെ മിക്കവാറും നമ്മളിവിടെ തന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ 10105 ദിവാസ് സാവന്തവാടി റോഡ് സിന്ധുദുർഗ് എക്സ്പ്രസ് മെയിൻ ലൈനിൽ കൂടെ തന്നെ അത് കയറിയത്. ലൂപ്പ് ലൈനിൽ നിന്നില്ല. ഇവിടെ സ്റ്റോപ്പിൽ വണ്ടിയാണ്. 961 ആണ്. എക്കണോമിക് കോച്ചും 4 റിസർവ്ഡ് സെക്കൻഡ് ക്ലാസ് കോച്ചും. ബാക്കിയെല്ലാം അൺറിസർവ്ഡ് ആണ്. സെക്കൻഡ് ക്ലാസ് ഇങ്ങനത്തെ സെക്കൻഡ് ക്ലാസ്സാണ് റിസർവേഷൻ കൊടുക്കുന്നത്, ചേർക്കാറില്ല. ഇങ്ങനത്തെ സെക്കൻഡ് ക്ലാസ് കോച്ചാണ് റിസർവേഷൻ കൊടുത്തിരിക്കുന്നത്. 4 ഉണ്ട്. ബാക്കിയെല്ലാം അൺറിസർവ്ഡ് കോച്ചാണ്. ഇത് പണ്ടൊരു പാസഞ്ചർ ട്രെയിൻ ആയിരുന്നു. ഇത് ദിവാസ് സാവന്തവാടി പാസഞ്ചർ ആയിരുന്നു. പിന്നീട് നമ്മുടെ കോവിഡിന് ശേഷമാണിത് എക്സ്പ്രസ് ആയിട്ട് അവർ കൺവേർട്ട് ചെയ്തത്. ഈ സ്ട്രെച്ച്, അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്റ്റേഷൻ്റെ പേര് നിവാസർ എന്നാണ്. നിവാസർ മുതൽ രത്നഗിരി വരെയുള്ള സ്ട്രെച്ചാണ് ഈ സെക്ഷനിലെ ഏറ്റവും മനോഹരമായ സ്ട്രെച്ച്. അതായത് വാലീസും ടണൽസും മാറി മാറി വരുന്നൊരു സ്ട്രെച്ചാണ്. നല്ല മഴയിലാണ്. നമുക്ക് ക്യാമറ ഒരുപാട് പുറത്തിട്ട് കവർ ചെയ്യാൻ പറ്റില്ല. എന്നാലും കഴിയുന്നത്ര കവർ ചെയ്ത് ഞാൻ ഈ സ്ട്രെച്ച് കാണിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ഈ സ്ട്രെച്ച് നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്, ആദ്യമായിട്ടല്ല. അത് കഴിഞ്ഞാലും പിന്നെ 1-2 നല്ല സ്ട്രെച്ചസ് ഉണ്ട് ഭോക്കെ വരെ രത്നഗിരി വിട്ടിന്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രത്നഗിരിയുടെ ചുറ്റുവട്ടമാണ് കൊങ്കൺ റെയിലിൽ ഏറ്റവും മനോഹരമായ സ്ട്രെച്ചസ് ഉള്ളത്. ഇറങ്ങി വന്ന ടണലാണ്. അതിലൊക്കെ നല്ല നീളമുള്ള ടണലുകളാണ്. മഴയ്ക്ക് ഒരു
ശമനവുമില്ല. ഈ നിവാസർ എന്ന് പറയുന്ന സ്ഥലം പണ്ട് ഇവിടുത്തെ സ്റ്റേഷൻ എന്തോ വലിയ ഡാമേജ് സംഭവിച്ചിട്ട് അവർ സ്റ്റേഷൻ പുനർനിർമ്മിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ദൂരെ ഒരു പുഴയും കാണാം. ഇങ്ങനത്തെ സ്ട്രെച്ചാണ് നല്ല പൊക്കത്തിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ സ്ട്രെച്ചാണ് ഈ വഴി മുഴുവൻ, ഈ സ്ട്രെച്ച് മുഴുവൻ, അതായത് നിവാസർ മുതൽ നമ്മൾ ഇവിടെ എത്തുന്നവരെ, രത്നഗിരി എത്തുന്നവരെ. പാലം കഴിഞ്ഞാൽ വീണ്ടും ടണൽ കണ്ട. പാലത്തിൻ്റെ നമുക്കൊന്ന് താഴോട്ടുള്ള ഇത് നോക്കാം. കണ്ട, നോക്കുക എന്താ പൊക്കം നോക്കുക. ഇത്രയും പൊക്കത്തിലാണ് പാലം കിടക്കുന്നത്. താഴെ കലങ്ങിയ വെള്ളമാണ് പോകുന്നത്. ഈ പാലത്തിൽ നിന്ന് നമ്മൾ വീണ്ടും തിരിച്ച് നേരെ ടണലിലേക്കാണ് കയറാൻ പോകുന്നത്. ഭൂമിയുടെ മുകളിലെത്തിയ ഒരു ഫീലിംഗ് ഇല്ലേ? നമ്മളെല്ലാം മുകളിൽ നിന്നാണ് കാണുന്നത്, ബാക്കി മലകളൊക്കെ നമ്മുടെ അതേ പൊക്കത്തിനാണ് കാണുന്നത്. നമ്മളിപ്പോൾ ഏകദേശം രത്നഗിരി അടുക്കാറായിട്ടുണ്ട്. രത്നഗിരി സ്റ്റേഷനിലോട്ട് ഇനി വലിയ ദൂരം ബാക്കിയുണ്ടാവില്ല. അപ്പം നമ്മൾ ജസ്റ്റ് രത്നഗിരി സ്റ്റേഷനോട്ട് കയറുന്നു. മഴ സഹിക്കുന്നില്ല, ഒരുമാതിരി മഴയാണ്. ഇവിടെ നമ്മളെ കാട്ട് പൂനെയുടെ വാപ്പ് 739005 മാണ്ഡവി എക്സ്പ്രസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നനഞ്ഞൊരു വഴിയാവുന്നത്. 4:05 രത്നഗിരി എത്തി. 40 മിനിറ്റ് ലേറ്റാണ് വണ്ടി. ഭീകര മഴയാണ് കണ്ടോ. ഭീകര മഴ എന്ന് പറഞ്ഞാൽ ഭീകര മഴയാണ്. നമുക്ക് ഇവിടുന്ന് ഒരു ചായയും എന്തെങ്കിലും കടിയും മേടിക്കാം, റെയിൽവേ ചായ കാത്തു നിൽക്കാണ്ട്. അപ്പോൾ നമ്മൾ രത്നഗിരിയിൽ നിന്ന് കുറച്ച് സ്നാക്സ് മേടിച്ചു. ആക്ച്വലി വടപ്പാവ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബജിയ മാത്രം മേടിച്ചുകൊണ്ടെങ്കിൽ വന്നു. ഇനി തിരിച്ച് വരുമ്പോൾ വേറൊരു വെണ്ടർ എടുത്ത് വടപ്പാവ് ഉണ്ടായിരുന്നു. പക്ഷേ അത് ചൂടുണ്ട്. ഒരു വടപ്പാവ് മേടിച്ചു, ഒരു ചായയും മേടിച്ചു. അപ്പോൾ ഇതിന് 30 രൂപ, 10 രൂപ,
ഇതിന് വീണ്ടും 30 രൂപ. അങ്ങനെയാണ് റേറ്റ്. ഈ വടപ്പാവ് കഴിക്കേണ്ട കറക്റ്റ് രീതി ഇതാണ്. പാവ് മുറിക്കുക, അതിനകത്തോടെ വട വയ്ക്കുക, ആ ഡ്രൈ ചട്നി ഇടുക, ഇത് കഴിക്കുക. അപ്പോൾ ഞാൻ ഈ വടപ്പാവ് എൻജോയ് ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോൾ 4:12 രത്നഗിരിയിൽ നിന്ന് നമ്മൾ അനങ്ങി തുടങ്ങി. ബോക്കെ സ്റ്റേഷനാണ് കിടക്കുന്നത്. മുംബൈ CSMTയും മഡ്ഗാവ് തേജസ് എക്സ്പ്രസ്സാണ്. ഇന്ന് ഭയങ്കര ഡിലേഡ്, ഏകദേശം 4 മണിക്കൂറിന് മേലെ ട്രെയിൻ ലേറ്റാണ്. അവിടുന്ന് മുംബൈയിൽ തന്നെ ലേറ്റായിട്ടാണ് പുറപ്പെടുന്നത്. എന്താ സംഭവം എന്നറിയില്ല. ഇത് 2 അറ്റത്തും വിസ്താഡോമുണ്ട്. നമുക്കിനി ഈ വിസ്താഡോം നമുക്ക് ഒരിക്കൽ ട്രാവൽ ചെയ്യണം. നല്ല രസമായിരിക്കും. മഴക്കാലത്ത് ചെയ്യണം, പക്ഷേ ഇനിയിപ്പം മഴക്കാലം തീരാൻ അധികം ഇല്ല. കാര്യം മഹാരാഷ്ട്രയിൽ ഏകദേശം വിനായക ചതുർത്ഥിയോടുകൂടി മഴ നിൽക്കും. വിനായക ചതുർത്ഥി എന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ചയാണ്. ഇനിയിപ്പം കൂടുതൽ സമയം ബാക്കിയില്ല. ഈ കാണുന്നതാണ് റൺപത്ത് വാട്ടർഫോൾസ്. ഇത് ട്രെയിനിൽ നിന്ന് മാത്രമേ കാണാൻ പറ്റൂ. ഇത്ര കിട്ടുള്ളൂ. 3 സെക്കൻഡാണ് ഡയറക്റ്റ്. അത് കഴിഞ്ഞാണ് വണ്ടി ടണലിലേക്ക് വരുന്നത്. ആ റൺപട്ട് വാട്ടർഫോൾസ് കഴിഞ്ഞ പിന്നെ സീരീസ് ആയിട്ട് അങ്ങ് 3 ടണലുകൾ ഇങ്ങനെ വരും. ചറപറ എന്ന് പറഞ്ഞ ടണലുകൾ വരുന്നത്. ബ്യൂട്ടിഫുൾ പ്രദേശമാണ്. അബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ പ്രദേശത്ത് കൂടെയാണ് ട്രെയിൻ പോകുന്നത്. വീണ്ടും ടണലോട് നമ്മൾ കയറി കുറച്ച് മുന്നേ നമ്മൾ വീണ്ടും ടണലിൽ കയറും. അത് കഴിഞ്ഞ് ഇറങ്ങുന്നു, പിന്നെ ടണലിൽ കയറും. വളരെ ബ്യൂട്ടിഫുള്ളാണ് ഈ സ്ട്രെച്ച്. ഈ സ്ട്രെച്ച് ചെന്ന് ഇറങ്ങുന്നത് ഉക്ഷി റെയിൽവേ സ്റ്റേഷനാണ് ചെന്ന് ഇറങ്ങുന്നത്. ചെല്ലുന്ന സ്റ്റേഷനാണ് ഉക്ഷി സ്റ്റേഷൻ. ഇതും ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രദേശമാണ്. ഉക്ഷി എന്ന് പറയുന്ന കൊങ്കൺ റെയിൽവേയിലുള്ളതിൽ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്റ്റേഷൻസിൽ ഒന്നാണ്. കാരണം ഈ സ്റ്റേഷൻ്റെ ഒരു ലൂപ്പ് ലൈൻ ടണലിനകത്താണ്. ഇതാണ് ഉക്ഷി സ്റ്റേഷൻ. 37287. ഇത് ഹാപ്പ മഡ്ഗാവ് എക്സ്പ്രസ് ആണ്. ഇനി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കാണാം ഈ ലൂപ്പ് ലൈൻ ഒരു ടണലിനകത്താണ്. കണ്ടോ, ഇതാണ് ഉക്ഷി ടണൽ നമ്പർ 2. പൊളിയല്ലേ? പൊളിയാണ്. ഇത് കഴിഞ്ഞ വണ്ടി വീണ്ടും ടണലിലേക്ക് തന്നെ കയറും. അപ്പോൾ നമ്മുടെ വൈകുന്നേരത്തെ സ്നാക്സ് എത്തിയിട്ടുണ്ട്. കാരണം വൈകുന്നേരത്തെ ചായ ട്രൈ. ഇതിനകത്ത് നമ്മുടെ പതിവ് ഐറ്റം ഉണ്ട്. ഇതില്ലാത്തൊരു കളി ട്രെയിനില്ല. പിന്നെ ലോട്ടോ ചോക്കോപ്പായ ഉണ്ട്, ഓറഞ്ച് ഫ്ലേവറ്. പിന്നെ ചായയുടെ സാധനങ്ങളുണ്ട്. പിന്നെ ഉള്ളത് ഒരെണ്ണം സാൻഡ്വിച്ചാണ്. ഇത് സാൻഡ്വിച്ചാണ്. ഇതിപ്പോഴും ശതാബ്ദിയിലും ദുരന്തോയിലും രാജധാനിയിലും മാത്രമേ ഉള്ളൂ സാൻഡ്വിച്ച്. പിന്നെ അത് മിക്കവാറും കച്ചോരി ആയിരിക്കും. അതൊരു കച്ചോരി. ഇതൊക്കെയാണ് ഇന്നത്തെ ഈവനിങ് സ്നാക്ക് ഉള്ളത്. ഇനി ചായ വരാനുണ്ട്. ഇനിയിപ്പോൾ ടീ കിറ്റ് എടുത്ത് ചായ ഉണ്ടാക്കാം. ഇത് രാവിലെ വന്ന ടീ കിറ്റല്ല, സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആണ് സാധനങ്ങൾ. പുതിയ സ്റ്റോക്കാണ്. നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട നേത്രാവതി എക്സ്പ്രസ്.
ലെവല് കുറവാണ്. നേരത്തെ രാവിലെ കണ്ട പുഴകളിലൊക്കെ ഉണ്ടായിരുന്ന അത്രയും വെള്ളം ഇവിടെ ഇല്ല. കമ്പാരിറ്റീവ്ലി വാട്ടർ ലെവല് കുറവാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചിപ്ലൂണിലേക്ക് എത്തുന്നു. മെയിനിൽ ഒരു ഫ്രൈറ്റ് കിടപ്പുണ്ടായിരുന്നു. ലൂപ്പിന് വേണ്ടി മിക്കവാറും സ്കിപ്പ് ചെയ്യാനേ സാധ്യതയുള്ളൂ. ജനശതാബ്ദി എക്സ്പ്രസിൻ്റെ കോച്ച് പൊസിഷൻ ഡിസ്പ്ലേ ഇറക്കിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മയങ്ങിയിട്ട് ജസ്റ്റ് ഡോറിലേക്ക് തിരിച്ച് വന്നേ ഉള്ളൂ. നമ്മൾ വിനേര എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. സ്റ്റോപ്പില്ല, റൺ ത്രൂ. ഭഗത്കിക്കോട്ടയുടെ 37661. ഇത് ഹിസാർ കോയമ്പത്തൂർ എക്സ്പ്രസ് ആണ്. നമ്മൾ സാപ്പെ വാമണെ എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ നമ്മളത് മത്സ്യഗന്ധ എക്സ്പ്രസ് കിടക്കുന്നുണ്ട്. റോയപുരത്തിന് 30408 ആണ് ലോക്കോ. നമ്മൾ ഇന്നത്തെ ദിവസം തന്നെ രണ്ടാമത്തെ പ്രാവശ്യം മത്സ്യഗന്ധ കാണുന്നത്. നമ്മൾ ഇന്ന് രാവിലെ ഒരു പ്രാവശ്യം കണ്ടായിരുന്നു. സാവിത്രി നദിയാണ്. സാവിത്രി നദി കടന്ന ഉടനെ നമ്മൾ കൊങ്കൺ റെയിൽവേ ടണൽ നമ്പർ 1 കടക്കും. ഈ കഴിഞ്ഞാണ് ടണൽ നമ്പർ 1. ഇനിയാണ് ടണൽ ഒന്നുമില്ല. ഇനി അല്പം മുന്നിലായിട്ട് വീർ സ്റ്റേഷൻ വരും. വീർ സ്റ്റേഷനോടുകൂടി നമ്മൾ ഡബിൾ ലൈനിലേക്ക് കടക്കും.
അപ്പോൾ നമ്മുടെ പകൽ വെളിച്ചത്തിലുള്ള ദൃശ്യങ്ങൾ ഏറെക്കുറെ അവസാനിക്കാറായി. നമ്മളിപ്പോൾ വീർ സ്റ്റേഷനിലോട്ട് കയറും. അവിടെ നമ്മൾ ഡബിൾ ലൈനാണ്. പിന്നെ അപ്പോഴേക്കും ഇരുട്ടി തുടങ്ങും. ഇപ്പോൾ സമയം ഏകദേശം 6:30 കഴിഞ്ഞിട്ടുണ്ട്. സമയം ഇപ്പോൾ 6:52 പിന്നെ അങ്ങോട്ട് വലുതായിട്ട് വെളിച്ചമൊന്നും പ്രതീക്ഷിക്കേണ്ട. പിന്നെ അങ്ങോട്ട് ഇരുട്ടി തുടങ്ങും. അപ്പോൾ ഇനി മിക്കവാറും ഞാൻ പൻവേൽ അറൈവൽ ഡിപ്പാർച്ചറും അതുപോലെ ലോക്മാന്യ തിലക് ടെർമിനസ് അറൈവലും കൂടി കാണിക്കാൻ സാധ്യതയുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഡബിൾ ലൈനാണ്. ഇനി കൊങ്കൺ റെയിൽവേ 47 കിലോമീറ്റർ കൂടി ഉണ്ട്. കൊങ്കൺ റെയിൽവേയിൽ 47 കിലോമീറ്റർ കൂടി ഓടിക്കഴിഞ്ഞാൽ നമ്മൾ റോഹയിലെത്തും. റോഹയിൽ വെച്ച വണ്ടി സെൻട്രൽ റെയിൽവേയിലേക്ക് കയറും. ബാക്കി ദൂരം സെൻട്രൽ റെയിൽവേയാണ്. നമുക്കിനി ബോംബെ വരെ ഏകദേശം എനിക്ക് തോന്നുന്നൊരു 180 കിലോമീറ്ററോ മറ്റോ ഉണ്ടെന്ന് തോന്നുന്നു. സോറി 110 കിലോമീറ്ററാണ്. 180 അല്ല, സോറി 110 കിലോമീറ്റർ അല്ല, 110 അല്ല, 180 കിലോമീറ്റർ അടുത്തുണ്ടാവും ബോംബെ വരെ. ബോംബെ എന്ന് പറയുന്നത് ലോക്മാന്യ തിലക് ടെർമിനസ് വരെ. നമ്മൾ റോഹയിലേക്ക് എത്തുന്നു. മഴ ഇപ്പോഴും ഉണ്ട് കേട്ടോ. റോഹ വഴി നമുക്കൊരു നോൺ സ്റ്റോപ്പ് റൺ തന്നെ കിട്ടി. ഇൻകമ്മിങ്ങിൽ പലപ്പോഴും ട്രെയിനുകൾ ഇവിടെ വന്ന് നിൽക്കാറുണ്ട്. എനിക്കൊന്ന് കോഷൻ ഓർഡർ മേടിക്കാനും മറ്റുമൊക്കെ ആയിട്ട്. ഇന്ന് നമുക്ക് നോൺ സ്റ്റോപ്പ് റൺ തന്നെയാണ്. സമയം 7:22. നമുക്ക് 8:15 മറ്റുമാണ് നമുക്ക് പൻവേൽ എത്തേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സുഖമായിട്ട് 8:15 ആകുമ്പോഴേക്കും പൻവേൽ എത്തും. കാര്യം 50 കിലോമീറ്റർ അടുത്തുള്ളൂ ദൂരം. ഡിന്നർ വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ വന്നു. 7 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഡിന്നർ ഓണം തന്നു. ഇതാണ് ഡിന്നറിലുള്ളത്. നമുക്കിത് നമ്മുടെ വന്നിരിക്കുന്ന ഫുഡൊന്ന് അൺപാക്ക് ചെയ്ത് നോക്കാം. അതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത്. പതിവ് പോലെ റൊട്ടി ഉണ്ട്. രസഗുല്ല തന്നെ തോന്നുന്നു ഐസ്ക്രീമിന് പകരം. ഒരു ഐസ്ക്രീം കഴിക്കാനുള്ള മൂഡായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് പോയി. പോട്ടെ. ഇത് രത്നഗിരിയിൽ നിന്ന് ലോഡ് ചെയ്തിരിക്കുന്ന ഫുഡ് ആവാനാണ് സാധ്യത. ഇതിലെവിടെയും മാർക്കിങ്ങോ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ ഡിന്നറിൽ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. നമ്മുടെ ഡിന്നറിൽ ഒരു ദാളുണ്ട്. ഇത് ചെറുപയർ പരിപ്പാണെന്ന് തോന്നുന്നു. ചെറുപയർ മറ്റേ തൊലിയുള്ള ചെറുപയർ പരിപ്പ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. പിന്നെ ഇത് ഒരു പനീർ സബ്ജി പോലെ ഉണ്ട് കണ്ടിട്ട്. വെജ് കുറുമയെന്ന് തോന്നുന്നു. അതിൻ്റെ കൂടെ ജസ്റ്റ് പനീർ അവർ ചെയ്തിട്ടുണ്ട്, ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്ലെയിൻ റൈസ് ഉണ്ട്. ഇവിടെ ഒരു ആലുവിൻ്റെ സബ്ജിയുണ്ട്. ഇവിടെ ചപ്പാത്തി ഉണ്ട്. അതുകൂടാതെ ചപ്പാത്തി 2 എണ്ണം ഉണ്ട്. ചപ്പാത്തിയാണിത്, 2 എണ്ണം ഉണ്ട്. അതുകൂടാതെ നമ്മുടെ ഡെസേർട്ടായിട്ട് ഉച്ചക്കലത്തെ പോലെ തന്നെ രസഗുളയുണ്ട്. ഒക്കെയാണ് നമ്മുടെ ഫുഡിലുള്ളത്. ഇനി കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട്. അപ്പോൾ നമ്മുടെ ഫുഡ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ ഈ കറി എങ്ങനെയുണ്ട് നോക്കാം. ഗ്രേവി കുറച്ച് ഉപ്പ് കുറവാണ്. ഫ്ലേവറുണ്ട്. ദാള് നമ്മൾ സാധാരണ ദാളല്ല, സ്വാദിന് വ്യത്യാസമുണ്ട്. ഇത് കൊള്ളാം എന്തായാലും.
ഇന്ന് തൈര് മിസ്സിംഗ് ആണ്, തൈര് തന്നിട്ടില്ല, പിക്കിളും തന്നിട്ടില്ല. അപ്പോൾ ഫോക്സ് നമ്മുടെ ഡിന്നർ കഴിഞ്ഞു. നമ്മളിന്ന് നമ്മുടെ എറണാകുളം ലോക്മാന്യ തിലക് ടെർമിനസ് ദുരന്തോ എക്സ്പ്രസ്സിൽ 3 നേരത്തെ ഭക്ഷണം നമ്മളിന്ന് ദുരന്തോ എക്സ്പ്രസ്സിൽ തന്നെയായിരുന്നു. രാവിലത്തെ ചായ മുതൽ ഇപ്പോൾ രാത്രിയിലത്തെ അത്താഴം വരെ. അത്താഴത്തിനെ പറ്റി പറയാണ്ടിരിക്കാൻ പറ്റില്ല, ഫാബുലസ് ആയിരുന്നു, അടിപൊളി ഫുഡായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതേസമയം നമ്മുടെ ബാക്കി ലഞ്ച് വലിയ കുഴപ്പമില്ലായിരുന്നു, അത്രേ ഉള്ളൂ. ലഞ്ച് ആവറേജ് ആയിരുന്നു. പനീർ കറിയൊക്കെ ദുരന്തമായിരുന്നു, ഫെയിലറായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കുഴപ്പമില്ലായിരുന്നു, കട്ട്ലറ്റ്. പക്ഷേ നമുക്ക് എനിക്ക് പ്രത്യേകിച്ച് ഈ കട്ട്ലറ്റ് എന്ന് പറഞ്ഞ സാധനം ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതർവൈസ് ഫുഡ് വലിയ കുഴപ്പമില്ല, ഫുഡ് നല്ല ഫുഡായിരുന്നു. 585 രൂപയ്ക്കുള്ള ഫുഡുണ്ടോ എന്ന് വെച്ചാൽ ട്രെയിനിലുള്ള ഭക്ഷണം കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പൻവേലിൽ നിന്ന് പുറപ്പെടാൻ പോകും. നമ്മൾ സ്റ്റാർട്ടറായിട്ടുണ്ട്. സമയം 8:35. അപ്പോൾ അങ്ങനെ പൻവേൽ നമ്മൾ പുറത്തിറങ്ങി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഥാനയിലേക്ക് എത്തുന്നു. കണ്ടിട്ട് നമുക്ക് ത്രൂ റണ്ണായിരിക്കും എന്നാണ് തോന്നുന്നത്. ഥാനെ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 8 കൂടെ റൺ ത്രൂ ആണ്. നമ്മൾ 6th ലൈനിലാണ്. നമ്മൾ 6th ലൈനിൽ കൂടെ തന്നെ ത്രൂ അങ്ങ് LTT വരെ അങ്ങ് പോകും. അതുകൊണ്ടാണ് നമുക്ക് ത്രൂ സിഗ്നൽ കിട്ടിയത്. ഇനിയിപ്പോൾ ബാക്കി നമുക്ക് LTT എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മളങ്ങനെ ലോക്മാന്യ തിലക് ടെർമിനസിലേക്ക് ഫൈനലി എത്തുകയാണ്. പ്ലാറ്റ്ഫോം നമ്പർ 4ലേക്കാണ് എത്തുന്നത്. സമയം ഇപ്പോൾ 9:52 എന്ന് പറയുമ്പോൾ വണ്ടി ഒരു അല്പം ലേറ്റാണ്. സോറി, ലേറ്റ് അല്ല, ബിഫോർ ടൈമാണ്. 9:55 ഷെഡ്യൂൾ ടൈം. ഞാൻ 9:45 വിചാരിച്ചത്. 9:55 ഷെഡ്യൂൾ ടൈം. നമ്മളത് ജസ്റ്റ് നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പോൾ 9:54 നമ്മൾ ലോക്മാന്യ തിലക് ടെർമിനസിലേക്ക് എത്തി. 1 മിനിറ്റ് ബിഫോർ ടൈം. അപ്പോൾ നമുക്കതിന് സ്റ്റേഷൻ്റെ പുറത്തേക്ക് പോകുന്നില്ല. ഞാനിന്ന് ഇവിടെ തന്നെ പോഡ്സിലാണ് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങോട്ട് പോകണം. ഇവിടെ കിടക്കുന്ന 11013 നമ്മുടെ ലോക്മാന്യ തിലക് ടെർമിനസ് കോയമ്പത്തൂർ എക്സ്പ്രസ്. ഇതിലൊരു എൻഡ് ടു എൻഡ് യാത്ര ഒരുപാട് കാലമായിട്ട് എനിക്ക് ആഗ്രഹമുള്ളതാണ്. നമ്മളധികം താമസിച്ചത് ചെയ്യും. അപ്പോൾ പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക്, കമൻറ്റ്, സജഷൻസൊക്കെ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സൂപ്പർ താങ്ക്സ് മെമ്പർഷിപ്പ് പോലത്തെ മെത്തേഡ്സ് വഴിയും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഒരു അടിപൊളി പുതുപുത്തൻ വീഡിയോയിൽ വീണ്ടും കാണാം. നമ്മുടെ യാത്ര അവസാനിക്കുന്നില്ല. നമ്മൾ നാളെ വീണ്ടും യാത്ര തുടരുകയാണ്. അപ്പോൾ നാളത്തെ നമ്മുടെ യാത്രയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ശുഭരാത്രി. വീണ്ടും കാണാം.
പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. സോ ദിസ് ഇസ് ബിനയ് ശങ്കർ സൈനിങ് ഓഫ് ഫ്രം പ്ലാറ്റ്ഫോം 7. See you very soon in the very next video. Until then, bye bye.